ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയൂം 2 റിലീസിന്. ക്രിസ്മസ് റിലീസ് ആണെന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിലും അത് US ടൈം ആയതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുക ക്രിസ്മസിന്റെ നെക്സ്റ്റ് ഡേ ആണ്. ദാറ്റ്സ് ഡിസംബർ 26 രാവിലെ 6:30. ആൻഡ് വോളിയൂം 3 സിനിമ ഡ്യൂറേഷനുള്ള ഒരേ ഒരു എപ്പിസോഡ് ന്യൂ ഇയർ റിലീസ് ആയിട്ടാവും എത്തുക. വോളിയൂം 1 ഇറങ്ങിയ 4 എപ്പിസോഡ്സും നമ്മൾ സെപ്പറേറ്റ് ആയി എക്സ്പ്ലനേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോ അപ്പോൾ വോളിയൂം 2 കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് റീക്യാപ്പിനായി അവയെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ വീഡിയോ ആക്കിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിലോ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യുവാണെങ്കിലോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ആൻഡ് ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കമോ. സോ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 ഫസ്റ്റ് എപ്പിസോഡായ ചാപ്റ്റർ 1 ദ ക്രോൾ നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. അതായത് ഫസ്റ്റ് സീസണിൽ വിൽ അപ്സൈഡ് ഡൗൺ ഡിമെൻഷനിൽ ട്രാപ്ഡ് ആയി കിടന്നിരുന്ന ആ ഒരു ടൈമിലെ ഒരു ക്രീപ്പി ആൻഡ് ഡിസ്റ്റർബിംഗ് ടൈമിലേക്ക്. സോ അന്നത്തെ ആ കുട്ടി വില്ലിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പേടിച്ചു കഴിയുന്ന അവന്റെ സേഫ് സോണായി നമ്മൾ സീസൺ 1 കണ്ടിട്ടുള്ള കാസിൽ ബയേഴ്സിന്റെ അപ്സൈഡ് ഡൗൺ വേർഷനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. തന്റെ ടഫ് മൊമെന്റ്സിൽ ആശ്വാസം കണ്ടെത്താനായി അവൻ കേൾക്കാറുള്ള ഷുഡ് ഐ സ്റ്റേ ഓർ ഷുഡ് ഐ ഗോ എന്ന പാട്ട് പാടി സ്വയം കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിൽ. അവൻ അങ്ങനെ ആ പാട്ട് സ്വയം മന്ത്രിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പുറത്തു നിന്ന് ചില സ്ട്രേഞ്ച് നോയിസസ് കേൾക്കാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുൻപ് ഒരു ഡെമോഗോർഗൺ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വരുന്നു. വിൽ അവിടെ നിന്ന് ജീവന് കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ അപ്സൈഡ് ഡൗണിലെ ഉച്ചിലൂടെ ഓടുകയും രക്ഷപ്പെടാൻ ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്യുന്നു. ഒരു നിമിഷത്തേക്ക് മരത്തിന് മുകളിൽ ഇരിക്കുന്ന അവന് രക്ഷപ്പെട്ടെന്ന ഒരു തോന്നലുണ്ടായി. പക്ഷെ സ്ട്രേഞ്ചർ തിങ്സിൽ ഒരിക്കലും കഥാപാത്രങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഡെമോഗോർഗൺ അവന്റെ പിന്നാലെ മരത്തിന് മുകളിലേക്ക് പാഞ്ഞെടുക്കുന്നു. വിൽ അവിടെ നിന്ന് തൊട്ടടുത്ത മരത്തിലേക്ക് ചാടിയെത്താൻ ശ്രമിക്കുന്നെങ്കിലും വഴുതി നിലത്തേക്ക് വീണ് ബോധരഹിതനാകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡെമോഗോർഗൺ വില്ലിന്റെ അബോധാവസ്ഥയിലുള്ള ശരീരവും വലിച്ചഴിച്ചുകൊണ്ട് അപ്സൈഡ് ഡൗണിലെ ഹോക്കിൻസ് ലൈബ്രറിയിലേക്ക് എത്തുന്നതാണ്. ഇത് നമുക്ക് വലിയ സർപ്രൈസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അവൻ രക്ഷപ്പെട്ടു വന്നതും തുടർന്നുള്ള കാര്യങ്ങളും നമ്മൾ ആദ്യ സീസണിൽ തന്നെ കണ്ടതാണല്ലോ. പക്ഷെ സർപ്രൈസ് ഇനിയാണ്. അവിടേക്ക് വെഗ്ന എത്തുന്നു. അതായത് സീസൺ 4 വരെ നമുക്കറിയാതിരുന്ന വെഗ്ന തന്നെയാണ് സീസൺ 1 മുതലുള്ള മോൺസ്ട്രസ് ക്രീച്ചേഴ്സിന്റെ ഇവന്റ്സിന് പുറകിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലും വെഗ്ന അന്ന് തന്നെ വില്ലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്ന് ഇവിടെ ഈ പോയിന്റിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ വിൽ അൺകോൺഷ്യസ് ആയിരുന്നതിനാൽ അവന് പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. വെഗ്ന വില്ലിനെ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ആവേശത്തോടെ അറ്റ് ലോങ് ലാസ്റ്റ് വി ക്യാൻ ബിഗിൻ, അതായത് ഒടുവിൽ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം എന്ന് പറയുന്നു. ആ കെട്ടിടം മുഴുവൻ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള തരത്തിലുള്ള ഭീകരമായ ടെന്റക്കിൾസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അതിൽ ചിലത് വില്ലിനെ ഒരു ചുമരിലേക്ക് ചേർത്ത് ഉയർത്തി നിർത്തുന്നു. അതിലൊരു കട്ടിയുള്ള ടെന്റക്കിൾ അവന്റെ വായിലേക്ക് തള്ളിക്കയറുകയും എന്തോ ഒരു നിഗൂഢമായ വസ്തു അവന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വെഗ്ന ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ ഒരു ദീർഘകാല പരീക്ഷണം ആരംഭിക്കുന്നത് പോലെ അവിടെ നിൽക്കുന്നു. ഒപ്പം നമ്മൾ ഒന്നിച്ച് ചില മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുകൂടി വില്ലിനോട് പറയുന്നു. ആദ്യ 5 മിനിറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ഈ ഒരു സീൻ വളരെ ക്രീപ്പിയും നമ്മളിൽ അസ്വസ്ഥത ഉളവാക്കുന്നതും ഈ വന്നിരിക്കുന്ന സീസണിന്റെ മൊത്തത്തിലുള്ള ഒരു ടോൺ സെറ്റ് ചെയ്യുന്നതും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റാർക്കും പൂർണ്ണമായി മനസ്സിലാകാത്ത അത്ര ആഴത്തിൽ വെഗ്നയുമായി വിൽ ഇപ്പോഴും കണക്റ്റഡ് ആണെന്ന് കൂടി ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സോ ഈ ഒരു ഞെട്ടിക്കുന്ന ഫ്ലാഷ് ബാക്കിന് ശേഷം എപ്പിസോഡ് 1987 നവംബർ 3 പ്രസന്റ് ഡേ ഹോക്കിൻസിലേക്ക് കടക്കുന്നു. സീസൺ 4 സംഭവങ്ങൾക്ക് ശേഷം ഒരു വർഷത്തിലേറെ ആയിരിക്കുന്നു. സീൻ മൈക്കിന്റെയും നാൻസിയുടെയും വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ മൈക്കിന്റെ അനിയത്തി ഹോളി തന്റെ അമ്മ മിസ്സസ് വീലറിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനായി ടേബിൾ സെറ്റ് ചെയ്യുകയാണ്. ഇതിനിടെ ജനാലയ്ക്കരികിൽ അവൾ ഒരു വിചിത്രമായ നിഴൽ രൂപത്തെ ശ്രദ്ധിക്കുകയും അതിനെ കൈവീശി കാണിക്കുകയും ചെയ്യുന്നു. അവൾക്കൊരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു സംഭവം അവതരിപ്പിക്കുന്നതെങ്കിലും നമുക്കതൊരു ക്രീപ്പി മിസ്റ്റീരിയസ് വൈബാണ് തരുന്നത്. ഇതോടൊപ്പം ബയേഴ്സ് ഫാമിലിയും ഇപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും 2 ഫാമിലീസും കൂടി ഒരു കയോട്ടിക് റൂട്ടീൻ ഫോളോ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോവുകയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് ദ സ്ക്വാക്ക് എന്ന ലോക്കൽ റേഡിയോ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ റോബിനെയും സ്റ്റീവിനെയും കാണുന്നു. റോബിൻ ഇപ്പോൾ അവിടെ റേഡിയോ ഷോ അവതാരകയായി പ്രവർത്തിക്കുകയാണ്. അവളുടേതൊരു ലൈറ്റ് ഹാർട്ടഡ് ബ്രോഡ്കാസ്റ്റ് ആണെങ്കിലും അതിൽ നമ്മൾ അറിയേണ്ട ഇപ്പോഴത്തെ ഹോക്കിൻസിനെ കുറിച്ചുള്ള മേജർ ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സീസണിന്റെ ഫിനാലെയിൽ സംഭവിച്ച ഭീകരമായ വിള്ളലുകളും മറ്റും ഒരു സ്വാഭാവികമായ പ്രകൃതി ദുരന്തം മാത്രമായാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് മുൻപിൽ
ഗവൺമെന്റ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹോക്കിൻസ് ഇപ്പോഴും ഒരു ഡിസാസ്റ്റർ സോണായി തുടരുകയാണ്. ടൗൺ ഇപ്പോൾ ഒഫീഷ്യലി ക്വാറന്റൈനിലുമാണ്. എല്ലായിടത്തും മിലിറ്ററിയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും മെഡിക്കൽ പരിശോധനകൾക്കും കർശന നിരീക്ഷണത്തിനും നിർബന്ധിതരാക്കുന്നു. സോ ബേസിക്കലി ഹോക്കിൻസ് ഇപ്പോൾ ഒരു കൺട്രോൾഡ് വാർ സോൺ പോലെയാണെന്നും ആളുകൾ ഒരുവിധം സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മിലിറ്ററി ഗ്രൗണ്ടിലെ ആ വിടവുകളെല്ലാം കൂറ്റൻ മെറ്റൽ പ്ലേറ്റ്സ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. എന്നാൽ അപ്സൈഡ് ഡൗൺ ഇപ്പോൾ മുമ്പ് എപ്പോഴത്തെക്കാളും അടുത്താണ്. ആൻഡ് മാക്സി അഥവാ മിലിറ്ററി ആക്സസ് കൺട്രോൾ സോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ സൈനിക മേഖല കൂടെ അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ മിലിറ്ററി ബേസിനുള്ളിലെ ഒരു ക്വിക്ക് ഷോട്ട് കാണുന്നതിലൂടെ സൈന്യത്തിന് അവിടെ ഒരു വലിയ പോർട്ടൽ ഗേറ്റ് തുറന്നു കിട്ടിയിട്ടുണ്ടെന്ന് കൂടി നമുക്ക് ഇതോടെ മനസ്സിലാകുന്നു. റോബിന്റെ റേഡിയോ ഷോയിലൂടെയാണല്ലോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം റോബിൻ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഹിന്റ് കൂടി നമുക്കൊന്ന് തന്നു വെക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ ടെക്നിക്കൽ എറേഴ്സ് കാരണം അവരുടെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നിലച്ചു പോവുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ സ്റ്റീവ് ഡസ്റ്റിനെ വയർലെസ് വഴി കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ സീസണിൽ നമ്മൾ ആദ്യമായി ഡസ്റ്റിനെ കാണുന്നത്. പക്ഷെ അവൻ ഇപ്പോൾ ആകെ മാറിപ്പോയിരിക്കുന്നു. എഡ്ഡിയുടെ മരണം പഴയ ആ ക്യൂട്ട് നേർഡി ഡസ്റ്റിനിൽ നിന്നും അവനെ ഇപ്പോൾ വല്ലാതെ സീരിയസ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് ശരിയാക്കാൻ വേണ്ട സഹായം നൽകാതെ അവൻ സ്റ്റീവിന്റെ കോൺടാക്ട് കട്ട് ചെയ്ത് കളയുന്നിടത്ത് നമുക്ക് അവന്റെ ഈ പുതിയ ആറ്റിറ്റ്യൂഡ് കൂടുതൽ വ്യക്തമാകുന്നു. ഇപ്പോൾ ഹോക്കിൻസ് ഹൈസ്കൂളിൽ എത്തുന്ന ഡസ്റ്റിൻ തന്റെ ഹെൽഫയർ ക്ലബ് ഷർട്ട് ധരിച്ചു നടക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് അത്ര നല്ലതല്ലാത്ത തരത്തിൽ ആകർഷിക്കുന്നു. സീസൺ 4 മരിച്ച ജെയ്സന്റെ ഗാങ്ങിലുള്ള ആൻഡിയും അവന്റെ ബുള്ളി ഗാങ്ങും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ ഡസ്റ്റിനെ കോൺഫ്രണ്ട് ചെയ്ത് അവന്റെ ടീഷർട്ട് വലിച്ചു കീറുന്നു. ഡസ്റ്റിൻ വിട്ടുകൊടുക്കാതെ അവരോട് ചെറുത്ത് നിൽക്കുന്നതിനൊപ്പം മൈക്ക്, ലൂക്കസ്, വിൽ എന്നിവർ കൂടി അവന് സപ്പോർട്ടായി അവിടേക്ക് എത്തുന്നു. ലൂക്കസ് ഇപ്പോൾ ബാസ്കറ്റ്ബോൾ സ്റ്റാർ എന്ന തന്റെ ഇമേജും തന്റെ ഫിസിക്കിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളും കൂടി ഉപയോഗിച്ച് ആന്റിയെയും സംഘത്തെയും അവിടെ നിന്ന് പരിഹസിച്ചു തുരുത്തുന്നു. എഡ്ഡിയുടെ മരണത്തിൽ നിന്നും മറ്റുള്ളവർ കരകയറിയെങ്കിലും ഡസ്റ്റിൻ ഇപ്പോഴും അതിന്റെ ആഘാതത്തിലാണ്. അവൻ ഇപ്പോഴും വല്ലാതെ വേദനിക്കുകയും എഡ്ഡിയോടുള്ള റെസ്പെക്ട് പ്രകടമാക്കുന്നത് നിർത്താൻ വിസമ്മതിക്കുകയും ചെയ്യുന്നത് കൂട്ടുകാർക്കിടയിൽ ചെറിയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെഗ്നയെ തടയുന്നതിൽ തങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും എഡ്ഡി പോലും ആഗ്രഹിക്കുക എന്ന് മൈക്ക് ഡസ്റ്റിനോട് പറയുന്നെങ്കിലും ഡസ്റ്റിൻ പക്ഷെ ദേഷ്യപ്പെട്ട് അവരുടെ അടുത്തു നിന്നും പോകുന്നു. ഇതിനൊക്കെ ഇടയിൽ സ്കൂളിനുള്ളിൽ നമ്മളൊരു മിസ്സിംഗ് പേഴ്സൺസ് പോസ്റ്റർ കൂടെ കാണുന്നുണ്ട്. ജെയിൻ ഹോപ്പർ അഥവാ നമ്മുടെ സ്വന്തം ഇലവനെ കുറിച്ചുള്ള പോസ്റ്ററാണിത്. തൊട്ടടുത്ത ഒരു ടെൻസ് സീക്വൻസിൽ നമ്മൾ ഇലവനെ തന്നെ നേരിട്ട് കാണുന്നു. കാട്ടിലൂടെ മിലിറ്ററി സോൾജിയേഴ്സ് ഇലവനെ ചേസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിക്കുന്നുണ്ട്. തങ്ങൾ ചേസ് ചെയ്യുന്ന പെൺകുട്ടിയെ സോൾജിയേഴ്സ് ഷൂട്ട് ചെയ്ത് വീഴ്ത്തിക്കൊണ്ട് അവളെ കാണിക്കുമ്പോൾ അത് പക്ഷെ 11 അല്ല, അവളാണെന്ന് കരുതി മിലിറ്ററി ചേസ് ചെയ്ത മറ്റൊരു ബേൺ ഔട്ട് അഥവാ ഡ്യൂപ്പ് മാത്രമാണ്. ശരിക്കുള്ള 11 ഓടുന്നതായി നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ഷോട്ട് സത്യത്തിൽ അവൾ ഹോപ്പറും ജോയ്സിനും ഒപ്പം മറ്റൊരിടത്ത് ട്രെയിൻ ചെയ്യുന്നതാണ്. അവൾ തന്റെ സ്പീഡും എയിമും ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് നടത്തുകയും ഓരോ തവണയും തന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടീസ് ടൈമിൽ തന്റെ പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ 11 നോസ് ബ്ലീഡിംഗ് ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇത് അവൾ തന്റെ പവേഴ്സിന് മുകളിൽ വേണ്ട മൈൻഡ് കൺട്രോൾ നല്ലതുപോലെ ആർജിച്ചു കഴിഞ്ഞത് കൊണ്ടാകുമോ എന്നത് വരും എപ്പിസോഡ്സിൽ കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ എൽ ഇത്രയും കഠിനമായി പരിശീലിക്കുന്നത് അവൾക്ക് അപ്സൈഡ് ഡൗണിലേക്കുള്ള മിഷൻസിനായി ഹോപ്പറിനൊപ്പം പോകണം എന്ന അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇതിന് ക്വാളിഫൈഡ് ആകാൻ വേണ്ട ടൈം ലിമിറ്റ് അവൾക്ക് ട്രെയിനിങ്ങിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അയാൾ അവളെ മിഷനിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുകയാണ്. പക്ഷെ പിന്നീട് ഹോപ്പർ ജോയ്സിനോട് എൽ സത്യത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നും താൻ കള്ളം പറഞ്ഞതാണെന്നും അക്സെപ്റ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവളെ അപ്സൈഡ് ഡൗണിലെ റിസ്കുകൾ ഏറ്റെടുക്കാൻ അനുവദിക്കാൻ തനിക്ക് ഭയമാണെന്ന് അയാൾ സമ്മതിക്കുന്നു. അവിടുത്തെ മിഷൻസിൽ ജയിക്കാൻ തനിക്ക് അവളെ ആവശ്യമാണെന്ന് ഹോപ്പറിന് നല്ലതുപോലെ അറിയാം. പക്ഷെ അവളെ ഇനി ഒരിക്കൽ കൂടി നഷ്ടപ്പെടുത്തുന്ന കാര്യം അയാൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ റോബിന്റെ റേഡിയോ സ്റ്റേഷൻ നേരിടുന്ന ടെക്നിക്കൽ ഇഷ്യൂ പരിഹരിക്കാൻ ഒരു ഉയരം കൂടിയ ടവറിന് മുകളിൽ കയറേണ്ടതുണ്ട് എന്ന് നാൻസിയും സംഘവും മനസ്സിലാക്കുന്നതും അതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ സ്റ്റീവുമായി മത്സരിച്ച് നാൻസിയെ ഇംപ്രസ് ചെയ്യാൻ ജോനത്തൻ ശ്രമിക്കുന്നത് പോലുള്ള ചില രസകരമായ സംഭവങ്ങൾ കൂടി നമ്മൾ കാണുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ കോൺസ്പിറസി തിയറിസ്റ്റ് മുറേ ബൗമൻ കൂടി എപ്പിസോഡിലേക്ക് കടന്നു വരുന്നു. ഹോക്കിൻസിനകത്തേക്കും പുറത്തേക്കും ഒരു ഡെലിവറി ഡ്രൈവർ എന്ന വ്യാജേന മിലിറ്ററിയെ പറ്റിച്ച് സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ടീംസിന് വേണ്ടിയ സപ്ലൈസും വെപ്പൺസും ഒക്കെ സ്മഗിൾ ചെയ്യുന്നതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ദൗത്യം. ഒപ്പം മിലിറ്ററി ഒരു ബേൺ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്, അതായത് അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു സ്കെഡ്യൂൾഡ് മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വിവരവും കൊണ്ടാണ് അയാളുടെ ഇന്നത്തെ വരവ്. ഇത്തവണ അത് വെഗ്നയെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനും തങ്ങൾക്കൊരു അവസരമായേക്കും എന്നുകൂടി അയാൾ സജസ്റ്റ് ചെയ്യുന്നു. സോ അന്ന് അവർ ക്രോൾ എന്ന് വിളിക്കുന്ന ഒരു സംഭവത്തിനായി തയ്യാറെടുക്കുന്നു.
മിലിറ്ററി എപ്പോഴൊക്കെ ടെമ്പററി ആയി പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു അപ്പോഴൊക്കെ ഹോപ്പറും അതുവഴി അപ്സൈഡ് ഡൗണിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അവരുടെ ടാക്ടിക്കൽ മിഷൻസിന് അവരിട്ടിരിക്കുന്ന പേരാണ് ക്രോൾ എന്നത്. സോ മ്യുറയിൽ നിന്നും വിവരം ലഭിച്ച ഉടനെ തന്നെ റോബിൻ മറ്റു ടീം മെമ്പേഴ്സിനോട് റേഡിയോ ഷോക്കിടയിലൂടെ ഒരു ഡയാന റോസ് ഗാനം ഉപയോഗിച്ച് കോഡ് വേർഡ്സ് വഴി ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഏത് സ്ഥലത്ത് എത്ര മണിക്ക് ഒത്തുചേരണം തുടങ്ങിയ വിവരങ്ങളാണ് അറിയിക്കുന്നത്. വെക്ന ഇതിനോടകം തന്നെ മരിച്ചുപോയി കാണുമോ എന്ന് സ്റ്റീവ് ചിന്തിക്കുന്നു. കാരണം ലാസ്റ്റ് സീസണിന്റെ അവസാനം അവരെല്ലാം ചേർന്ന് അവനെ ചുട്ടരിച്ചതാണല്ലോ. പക്ഷെ വെക്ന ഒരിക്കൽ നാൻസിയെ ഹോക്കിൻസ് മുഴുവൻ കത്തിക്കുന്നതായും അവളുടെ ഫാമിലിയെ മുഴുവൻ കൊല്ലുന്നതായും ഉള്ള വിഷൻസ് കാണിച്ചത് ജോനത്തൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. വെക്ന പൂർണ്ണമായും ഇല്ലാതായി എന്നൊരു കോൺഫർമേഷൻ ലഭിക്കുന്നത് വരെ തങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. മൈക്കും സംഘവും സ്കൂളിനടുത്തുള്ള ഫോറസ്റ്റിൽ വെച്ച് മിഷനിൽ തങ്ങളുടെ പാർട്സ് പ്ലാൻ ചെയ്യുന്നതിനിടെ വില്ലിന് വീണ്ടും ചില ഇന്റൻസ് ഫീലിംഗ്സ് തോന്നാൻ തുടങ്ങുന്നു. അവൻ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് സമയത്തേക്കൊന്ന് സൗണ്ട് ഔട്ട് ആവുകയും അവന് തല ചുറ്റുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നു. വെക്ന അടുത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണിതെന്ന് മൈക്ക് വിശ്വസിക്കുന്നു. വിൽ പക്ഷെ ഇത് അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഷോ കാണുന്ന നമുക്ക് ഇതിനോടകം തന്നെ അറിയാമല്ലോ വില്ലിന് ഇത്തരം ഇൻസ്റ്റിങ്സ് തോന്നുന്നത് അത്ര നല്ല ലക്ഷണമല്ല എന്നത്. അതേസമയം ഹോളി സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ മുമ്പ് അവൾ കണ്ടതുപോലുള്ള ഒരാളെ ഗ്രൗണ്ടിന്റെ പെരിമീറ്ററിന് പുറത്ത് കാണുകയും അയാളോട് പോയി സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ മിസ്റ്റർ വാട്സിറ്റ് എന്ന് പേരിട്ട് അവൾ കാണുന്ന ഈ ഇമാജിനറി ഫ്രണ്ടിനെ മറ്റാർക്കും കാണാൻ കഴിയില്ല. സോ ഇത്തരത്തിൽ അവൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതായി ശ്രദ്ധിക്കുന്ന അവളുടെ ടീച്ചർ ഈ വിവരം അവളുടെ പാരന്റ്സിനെ അറിയിക്കുന്നു. തൊട്ടടുത്ത സീൻ കുറച്ച് ഡിസ്റ്റർബിങ്ങും എന്നാൽ ചില പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമാണ്. അപ്സൈഡ് ഡൗണിലുള്ള മിലിറ്ററിയുടെ സാന്നിധ്യവും അവരുടെ ഓപ്പറേഷൻസും ഇവിടെ നമുക്ക് കുറച്ചുകൂടി വിസിബിൾ ആവുന്നു. മുമ്പ് 11 എന്ന് കരുതി ഹണ്ട് ചെയ്ത് ആള് മാറി ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്ത വിവരം ആർമി ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി ലാബ് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ കെ എന്ന സ്ത്രീയെ അറിയിക്കുന്നു. അവിടെയുള്ള മിസ്റ്റീരിയസ് ആയ ക്രീച്ചേഴ്സിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്ന അവരുടെ മെയിൻ മിഷൻ 11നെ പിടികൂടുക എന്നതാണെന്ന് ക്ലിയർ ആണ്. ബട്ട് അത് എക്സാക്ട്ലി എന്തിനു വേണ്ടിയാണെന്ന് നിലവിൽ നമുക്കറിയില്ല. റിയൽ വേൾഡിൽ ഡസ്റ്റിൻ സ്കൂൾ ലാബിൽ നിന്നും ഒരു പാമ്പിനെ മോഷ്ടിക്കുകയും അത് ബുള്ളിയായ ആന്റിയുടെ ലോക്കറിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. ലോക്കർ തുറക്കുമ്പോൾ ഞെട്ടുന്ന ആന്റി ഭയന്ന് താഴെ വീഴുകയും എല്ലാവരുടെയും മുന്നിൽ അപമാനിതനായതോടെ ഡസ്റ്റിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. ഒപ്പം സ്കൂളിനുള്ളിൽ തന്നെ തന്റെ പാരന്റ്സിനോട് തന്റെ ഇമാജിനറി ഫ്രണ്ടിനെ പറ്റി ടീച്ചർ സംസാരിക്കുന്നതിൽ വിഷമിച്ചിരിക്കുന്ന ഹോളിയെയും നമ്മൾ കാണുന്നു. ഡസ്റ്റിനെ കാത്തുനിന്ന് അവനെ കാണാതാകുമ്പോൾ അന്വേഷിക്കുന്ന മൈക്ക് തന്റെ അനിയത്തിയെ കാണുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മൈക്ക് അവൾക്ക് മൈക്ക് ദ ബ്രേവ് എന്ന തന്റെ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ആക്ഷൻ ഫിഗർ പോലെ ഹോളിക്ക് വേണ്ടി ഹോളി ദ ഹീറോയിക് എന്നൊരു ആക്ഷൻ ഫിഗർ നൽകുകയും അവൾ സ്വയം കരുതുന്നതിനേക്കാൾ സ്ട്രോങ് ആണെന്ന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ഒപ്പം അവൻ ഹോളി ദ ഹീറോയിക്കിന്റെ പവേഴ്സിനെ പറ്റി ചിലത് പറയുന്നു. ഇത് ഹോളി വരുന്ന എപ്പിസോഡ്സിൽ പ്ലേ ചെയ്യാനിരിക്കുന്ന അവളുടെ ഇമ്പോർട്ടന്റ് റോളിനെ പറ്റി കൂടി സൂചിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ കോമയിലായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാക്സിനെ വിസിറ്റ് ചെയ്യാൻ വിൽ എത്തുന്നിടത്തേക്കാണ്. അവിടെ മാക്സിനെ കൂട്ടിരിക്കുന്ന ലൂക്കസിനോട് തനിക്ക് നേരത്തെ ഉണ്ടായ സ്ട്രേഞ്ച് ഫീലിംഗിനെ പറ്റി വിൽ സംസാരിക്കുന്നു. തുടർന്ന് വിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൂക്കസ് മാക്സിന് റണ്ണിങ് അപ്പ് ദറ്റ് ഹിൽ എന്ന അവളുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്ത് കൊടുക്കുന്നു. ഒരു ഡ്രിങ്ക് ക്യാൻ മേടിച്ച് നടന്നു വരുന്ന വിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച റോബിന്റെ ഇപ്പോഴത്തെ ഡേറ്റ് ആയ ഒരു നഴ്സ് കൂടിയായ വിക്കിയും അവളെ കാണാൻ അവിടെ എത്തിയ റോബിനുമായുള്ള ഒരു റൊമാൻറ്റിക് ഇന്ററാക്ഷൻ കാണുന്നു. അപ്പോഴുള്ള അവന്റെ റിയാക്ഷൻസ് നമുക്ക് എക്സാക്ട്ലി പിടികിട്ടുന്നില്ല. തന്നെ പോലെ റോബിനും ഒരു ഹോമോസെക്ഷൽ ആണെന്ന് അറിഞ്ഞുള്ള സാറ്റിസ്ഫാക്ഷൻ ആണോ അതോ മറ്റെന്തെങ്കിലും ഫീലിംഗ് ആണോ എന്ന് ക്ലിയർ ആകുന്നതിന് മുൻപ് തന്റെ ഡ്രിങ്ക് ക്യാൻ താഴെ വീഴുന്ന ഷോക്കിൽ അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓടുന്ന വില്ലിനെ റോബിൻ കാണുകയും ചെയ്യുന്നുണ്ട്. അവളും ഈ ഒരു ഒക്കേഷനിൽ വറീഡ് ആകുന്ന പോലെയാണ് മനസ്സിലാകുന്നത്. ഹോമോസെക്ഷുവാലിറ്റി അത്ര അക്സെപ്റ്റബിൾ ഒന്നും ആയിട്ടില്ലാത്ത 1980s സ്ട്രേഞ്ചർ തിങ്സിന്റെ ഇവന്റ്സ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇത് അറിയുന്നതിലുള്ള റോബിന്റെ റിയാക്ഷനും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം വില്ലിന്റെ ഓറിയന്റേഷൻ പുറത്തങ്ങനെ അറിഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് എഡ്ഡിയുടെ ഗ്രേവ് സന്ദർശിക്കുന്ന ഡസ്റ്റിനെയാണ്. എഡ്ഡി ഒരു കില്ലർ ആണെന്ന് ഇപ്പോഴും പബ്ലിക് വിശ്വസിക്കുന്നത് കൊണ്ട് ആളുകൾ ആ ഗ്രേവിനെ വാൻഡലൈസ് ചെയ്യുന്നത് തുടരുകയാണ്. എന്നാൽ ഇത്തവണ ഡസ്റ്റിൻ അതിലെ റൈറ്റിംഗ്സിൽ തൊടുമ്പോൾ അത് പെയിന്റ് അല്ല മറിച്ച് ചോര കൊണ്ടുള്ളവയാണെന്ന് അവന് മനസ്സിലാകുന്നു. തുടർന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് അത് അവൻ ലാബിൽ നിന്നും എടുത്ത് ലോക്കറിൽ വെച്ച് പാമ്പിന്റെ ബ്ലഡ് ആണെന്ന് കൂടി അവൻ തിരിച്ചറിയുന്നു. അവന് കാര്യങ്ങളൊന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ കഴിയും മുൻപ് ആന്റിയും കൂട്ടരും അവനെ വളയുന്നു. എഡ്ഡിയെ പറ്റിയും അവന്റെ D&D ക്യാമ്പയിൻസിനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയും അവരുടെ മുഖത്തേക്ക് ക്ലീനിങ് കെമിക്കൽസ് ഒഴിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരാൾക്കെതിരെ 4 പേർ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഡസ്റ്റിന് അധിക നേരം ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല.
അവർ അവനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. സൈക്കിളിൽ തൂക്കിയിട്ടിരിക്കുന്ന അവന്റെ റേഡിയോ വഴി ലൂക്കസ് ഡസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ഡസ്റ്റിൻ ഇപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അവൻ എന്ത് സംഭവിച്ചിരിക്കാം എന്ന ഭയം കൂടി നമ്മളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അടുത്ത സീനിലേക്ക് കടക്കുന്നത്. തിരികെ സ്ക്വാക്ക് റേഡിയോ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സംഘം ദ ക്രോളിനായി തയ്യാറെടുക്കുന്നു. റേഡിയോ സ്റ്റേഷൻ അവരുടെ ഓപ്പറേഷൻ ബേസ് കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്ന മൈക്കും ഇലവനും വെക്നയെ ഇല്ലാതാക്കിയ ശേഷമുള്ള തങ്ങളുടെ ഭാവി ജീവിതം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു സ്വീറ്റ് മൊമെന്റ് പങ്കിടുന്നു. വിജയിച്ചാൽ പിന്നെ തങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് മൈക്ക് വിശ്വസിക്കുന്നു. ഇലവനും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ലൂക്കസ് അവരെ അകത്തേക്ക് വിളിക്കുന്നതോടെ തൽക്കാലം ആ കോൺവെർസേഷൻ അവസാനിക്കുന്നു. ഹോപ്പർ അപ്സൈഡ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ ലൊക്കേഷന് അനുബന്ധമായ റിയൽ വേൾഡിലെ ലൊക്കേഷൻസിലൂടെ ഡ്രൈവ് ചെയ്ത് അയാളുമായി അവർക്ക് റേഡിയോ കണക്ഷൻ നിലനിർത്തേണ്ടതുണ്ട്. സ്റ്റീവ് ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോ പ്രവർത്തിപ്പിക്കേണ്ടത് സത്യത്തിൽ ഡസ്റ്റിനാണ്. പക്ഷെ ഇപ്പോൾ അവൻ ഇവിടെ ഇല്ലാത്തതിനാൽ പകരം ഒരാൾ വേണം. വിൽ ഇതിന് തയ്യാറാകുന്നെങ്കിലും അവനെ മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് റിസ്ക് എടുക്കാൻ ജോയ്സ് സമ്മതിക്കുന്നില്ല. പകരം അവർ ഇതിനായി ജോനത്തനെ സ്റ്റീവിനൊപ്പം അയക്കുന്നു. മറ്റൊരിടത്ത് ഹോളി തന്റെ മെന്റൽ സ്റ്റേറ്റിന്റെ പേരിൽ തന്റെ അച്ഛനും അമ്മയും വഴക്കിടുന്നത് കണ്ട് വിഷമിച്ച് തന്റെ റൂമിൽ വന്ന് കിടന്ന് കരയുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. സോ ഫൈനലി ആർമി അപ്സൈഡ് ഡൗണിലേക്ക് കടക്കുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുന്ന മൈക്കിന്റെയും ലൂക്കസിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യസമയത്ത് ആരും കാണാതെ ഒരു ട്രക്കിന്റെ പിന്നിൽ കയറിപ്പറ്റി ഹോപ്പറും സോൾജിയേഴ്സിനൊപ്പം അവിടേക്ക് സഞ്ചരിക്കുന്നു. ഓരോ തവണയും ആർമിക്ക് അകത്തേക്ക് പോകാനായി ഹോക്കിൻസ് ലൈബ്രറിക്ക് മുന്നിലെ ഈ ഗേറ്റ് അവർക്ക് ബേൺ ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ജോനത്തൻ ഹോപ്പറുമായി റേഡിയോ കണക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ആർമി തിരിച്ച് ഗേറ്റ്സ് റീഓപ്പൺ ചെയ്യുന്നത് വരെ അയാൾ അപ്സൈഡ് ഡൗണിൽ സ്റ്റക്ക് ആയിരിക്കും. എങ്കിലും ഇപ്പോൾ അവരുടെ മിഷൻ വളരെ നന്നായി പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ അങ്ങ് പോയാൽ ഇത് സ്ട്രേഞ്ചർ തിങ്സ് ആവില്ലല്ലോ. പെട്ടെന്ന് അപ്സൈഡ് ഡൗണിനുള്ളിൽ നടക്കുന്ന ഒരു ആക്സിഡന്റിൽ ട്രക്കുകൾ വരി വരിയായി കൂട്ടിയിടിച്ച് നിൽക്കുന്നു. ഒപ്പം ഹോപ്പറിന് ടീമുമായുള്ള റേഡിയോ കണക്ഷനും കട്ടായി പോകുന്നു. വീണ്ടും ടെൻഷൻ. സോൾജിയേഴ്സ് ഹോപ്പറിനെ കണ്ടുപിടിച്ചതാകാമെന്ന് ഇലവൻ കരുതുന്നു. ജോനത്തൻ ഒരുവിധം ഹോപ്പറുമായുള്ള കണക്ഷൻ റീസെറ്റ് ചെയ്യുന്നു. പക്ഷെ അതേ മൊമെന്റിൽ വില്ലിന് ഒരു ഇന്റൻസ് ഫീലിംഗ് ഉണ്ടാവുന്നു. യെസ്, സോൾജിയേഴ്സ് അല്ല ഡേഞ്ചർ, ഡെമോഗോർഗൻസ് അവരാണ് പ്രശ്നക്കാർ. അവർ ചാടി വീണുകൊണ്ട് സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒപ്പം ഹോപ്പർ ഒളിച്ചിരിക്കുന്ന ട്രക്കിന്റെ ഡ്രൈവറെയും ഒരു ഡെമോഗോർഗൺ ചാടി വീണ് കടിച്ചെടുക്കുന്നു. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് വില്ലിന്റെ ഹൈവ് മൈൻഡ് ആക്ടിവേറ്റ് ആവുകയും ഡെമോഗോർഗൻസിന്റെ ആക്ടിവിറ്റീസ് അവന് റിയൽ വേൾഡിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നു. ബഹളങ്ങൾക്കിടെ ഹോപ്പർ തൽക്കാലം സുരക്ഷിതനാണ്. പക്ഷെ വിൽ പെട്ടെന്ന് വിറയലോടെ നിലത്തേക്ക് വീഴുന്നു. അവൻ ഇപ്പോഴും വിഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗോർഗൺ ഏതോ ഒരു സ്ഥലം ലക്ഷ്യമാക്കി ഓടുന്നത് അവന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വിധത്തിൽ ജോയ്സിന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ വിൽ ബോധം വീണ്ടെടുക്കുന്നു. അവൻ അവരോട് ഡെമോഗോർഗൺ എവിടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. അത് അവരിപ്പോഴുള്ള റേഡിയോ സ്റ്റേഷനിലേക്കല്ല വരുന്നത്. കഴിഞ്ഞ സീസണിൽ നാൻസിയെ അവളുടെ ഫാമിലി മുഴുവനായും മരിച്ചതായി വെക്ന ഒരു വിഷൻ കാണിച്ചു കൊടുത്തതിന്റെ ഭയം അവരിൽ വീണ്ടും നിറച്ചുകൊണ്ട് അത് വീലേഴ്സിന്റെ വീട് ലക്ഷ്യമാക്കിയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം എപ്പിസോഡ് 1 അതിന്റെ ഭയാനകമായ ഫൈനൽ സീക്വൻസിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് വീലേഴ്സ് ഈ ഡേഞ്ചേഴ്സ് ഒന്നും അറിയാതെ അവരവരുടെ ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കുകയാണ്. ഹോളി അവൾക്ക് മൈക്ക് നൽകിയ ആക്ഷൻ ഫിഗർ മുറുകെ പിടിച്ച് അവളുടെ ബെഡ്റൂമിൽ തനിച്ചാണ്. ഇപ്പോൾ അവളുടെ റൂമിലെ ലൈറ്റ്സ് ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങുന്നു. അതിനു പുറകെ എന്താണ് വരുന്നതെന്ന് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ. പെട്ടെന്ന് അവളുടെ റൂമിന്റെ റൂഫ് തകർക്കപ്പെടുന്നു. അവിടെ നിന്ന് തല താഴേക്കിട്ട് അവളെ നോക്കി ഭീകരമായി അലറുന്ന ഒരു ഡെമോഗോർഗൺ. ഈ ഒരു ക്ലിഫ് ഹാങ്ങറോട് കൂടി എപ്പിസോഡ് 1 അവസാനിക്കുന്നു. ചാപ്റ്റർ 2 ദ വാനിഷിംഗ് ഓഫ് ഹോളി വീലർ എന്ന സെക്കൻഡ് എപ്പിസോഡ് ആദ്യ എപ്പിസോഡ് എവിടെ എത്തി നിൽക്കുന്നു അവിടെ നിന്ന് ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്സൈഡ് ഡൗണിൽ നിന്നും ഹോളിയുടെ റൂമിലേക്ക് ഒരു പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വന്ന ഡെമോഗോർഗൺ ഇപ്പോൾ അവളെ പിടിച്ചു വലിച്ച് അപ്സൈഡ് ഡൗണിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷെ ഒരുവിധം അതിന്റെ പിടിയിൽ നിന്നും വഴുതി മാറുന്ന ഹോളി മറ്റൊരു റൂമിലുള്ള തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. തന്റെ റൂമിൽ ഒരു മോൺസ്റ്റർ വന്നിട്ടുണ്ടെന്ന ഹോളിയുടെ കരച്ചിലുകൾ ആദ്യം ഒരു നൈറ്റ്മെയർ മാത്രമാണെന്ന് കരുതുന്ന കാരൻ വീലർ വൈകാതെ തന്നെ അവൾ പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിയുന്നു. അവരിപ്പോഴുള്ള വാഷ്റൂമിന്റെ ഡോർ തകർത്ത് ഡെമോഗോർഗൺ ഉള്ളിലേക്ക് വരുമ്പോൾ അമ്മയും മകളും ബാത്ത് ടബിൽ വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നു. ഈ സമയം വീടിനുള്ളിലെ ബഹളങ്ങൾ ശ്രദ്ധിക്കുന്ന മിസ്റ്റർ വീലർ അകത്തേക്ക് കയറി വരുന്നു. അവിടെ തന്റെ മുന്നിൽ നിൽക്കുന്ന ഭീകര സത്വത്തെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടുന്നെങ്കിലും പുള്ളി തന്റെ കയ്യിലെ ഗോൾഫ് ക്ലബ്ബ് കൊണ്ട് അതിനെ അടിക്കുന്നു. പക്ഷെ ഡെമോഗോർഗൺ തിരിച്ച് അതിന്റെ ക്ലോസ് ഉപയോഗിച്ച് കനത്തിൽ ഒരെണ്ണം കൊടുക്കുന്നതോടെ പാവം മിസ്റ്റർ വീലർ ഗുരുതരമായി പരിക്കേറ്റ് ഒരു സൈഡിലേക്ക് തെറിച്ചു വീഴുന്നു. ഈ ഗ്യാപ്പിൽ ഹോളിയും കാരനും സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും
ശരീരം നനഞ്ഞിരിക്കുന്ന കാരൻ നിലത്ത് കാൽ വഴുതി വീഴുന്നു. ഡെമോഗോർഗൺ അവരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ കാരൻ അവിടെ ഇരിക്കുന്ന വൈൻ ബോട്ടിൽ എടുത്ത് അടിച്ചു പൊട്ടിച്ച ശേഷം അതുകൊണ്ട് ഡെമോഗോർഗന്റെ തലയിൽ ശക്തമായി സ്റ്റാബ് ചെയ്യുന്നു. ആരുടെ കാര്യത്തിലാണ് തീരുമാനമായതെന്ന് ഒറ്റയടിക്ക് കാണിക്കുന്നതിന് പകരം തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് വില്ലിന്റെ വിഷനിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞത് പ്രകാരം തന്റെ ഫാമിലിയെ രക്ഷിക്കാൻ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന നാൻസിയെയും അവൾക്കൊപ്പമുള്ള 11നെയുമാണ്. അവർക്ക് പിന്നാലെ കുറച്ചു ദൂരത്തായി മൈക്കും ലൂക്കസും സൈക്കിളിൽ അവിടേക്ക് തന്നെ വരികയാണ്. വീട്ടിലെത്തുമ്പോൾ നാൻസി കാണുന്നത് ഡെമോഗോർഗൺ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് മരണത്തിന്റെ വക്കോളം എത്തിച്ചിരിക്കുന്ന തന്റെ അമ്മയെയാണ്. കാരനെ ആക്രമിച്ച ശേഷം ഡെമോഗോർഗൺ ഹോളിയെ ആ റൂമിൽ തന്നെ ഒരു പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോയതായി അവർ മനസ്സിലാക്കുന്നു. പക്ഷെ ഗേറ്റ് ഇപ്പോഴും ലൈവ് ആണ്, അത് ക്ലോസ്ഡ് ആകാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോ നാൻസിയുടെ പെർമിഷനോട് കൂടി 11 ആ ഗേറ്റിലൂടെ അപ്സൈഡ് ഡൗണിലേക്ക് കടക്കുന്നു. അവിടെ അവൾക്ക് ഹോളിയെ രക്ഷിക്കുക മാത്രമല്ല അവിടെ സ്റ്റക്കായിരിക്കുന്ന ഹോപ്പറിനെ സഹായിക്കേണ്ടത് കൂടിയുണ്ട്. ഇതോടൊപ്പം നാൻസി തന്റെ പാരന്റ്സിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള അവരെ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൈക്കിനെയും ലൂക്കസിനെയും നാൻസിയെയും നമുക്ക് കാണാം. നാൻസി ഇപ്പോൾ വിഷമത്തിനൊപ്പം നല്ല ദേഷ്യത്തിലും കൂടിയാണ്. വെക്ന ഈ കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ തനിക്ക് ഒരു വിഷനിലൂടെ കാണിച്ചു തന്നിട്ടും തങ്ങൾ ആരും അവനെ വിശ്വസിക്കാതെ ഇരുന്നതിൽ അവൾ സ്വയം തന്നെയും തന്റെ ടീമിനെയും കുറ്റപ്പെടുത്തുന്നു. കുറഞ്ഞ പക്ഷം ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ എല്ലാം പാരന്റ്സിനോട് തുറന്നു പറഞ്ഞ് അവരെ ടൗണിൽ നിന്നും പറഞ്ഞയച്ചിരുന്നെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന് അവൾ വിലപിക്കുന്നു. ഇവിടെ മൈക്ക് ചെറിയ ചില എതിർപ്പുകൾ പറയാൻ ശ്രമിക്കുന്നെങ്കിലും മുൻ സീസൺസിനെ അപേക്ഷിച്ച് അവനിപ്പോൾ വളരെ മെച്യൂർഡായ ബിഹേവിയർ ആണെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ സംസാരത്തിനിടയിൽ ലൂക്കസ് ഈ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രതികാരം ചെയ്യാനായിരുന്നെങ്കിൽ വെക്നയ്ക്ക് അവരുടെ പാരന്റ്സിനെയും ഹോളിയെ തന്നെയും കൊന്നുകളഞ്ഞാൽ മതിയല്ലോ. പകരം അൺയൂഷ്വൽ ആയ രീതിയിൽ പാരന്റ്സിന്റെ ജീവൻ ബാക്കി വെച്ചുകൊണ്ട് ഹോളിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ഡെമോഗോർഗനെ ഉപയോഗിച്ച് കൃത്യം 3 വർഷങ്ങൾക്ക് മുൻപ് വില്ലിനെ കിഡ്നാപ്പ് ചെയ്ത അതേ രീതിയിൽ. വില്ലിനെ പിടിച്ചുകൊണ്ടുപോയ നവംബർ 6 എന്ന ഡേറ്റിനോട് വളരെ അടുത്തായി ഇപ്പോൾ നവംബർ 3 ഹോളിയെയും കൊണ്ടുപോയിട്ടുള്ളത് എന്നും ഇത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമായി കാണാൻ കഴിയില്ലെന്നും ഇതെല്ലാം വെക്നയുടെ പ്ലാൻ ആണെന്നുമാണ് ലൂക്കസിന്റെ ആംഗിൾ. അടുത്തതായി നമ്മൾ കാണുന്നത് വീലേഴ്സിന്റെ വീട്ടിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്ന മിലിറ്ററിയാണ്. അവിടെ എത്തുന്ന മിലിറ്ററി ചീഫ് സംഭവങ്ങൾ നടക്കുമ്പോൾ നാൻസി തനിച്ചായിരിക്കില്ല അവിടേക്ക് വന്നതെന്ന് അനുമാനിക്കുന്നു. മറ്റാരോ കൂടി, അതായത് സ്പെസിഫിക്കലി 11 കൂടി അവിടെ ഉണ്ടായിരുന്നതായി അയാൾ സംശയിക്കുന്നു. ഇത് ബോധ്യപ്പെടാനായി ചുറ്റുപാടുമുള്ള എല്ലാ CCTV ഫുട്ടേജസും പരിശോധിക്കാൻ അയാൾ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. അതേസമയം ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ എൽ ഹോളിയെ അന്വേഷിക്കാൻ മുന്നോട്ട് നീങ്ങുകയാണ്. പെട്ടെന്ന് കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ട് നോക്കുന്ന എൽ അവിടെ ഒരു രൂപം കണ്ട് അത് ഡെമോഗോർഗൻ ആണെന്ന് കരുതി തന്റെ പവർ അവിടേക്ക് ഫയർ ചെയ്യുന്നു. പക്ഷെ അത് വന്ന് കൊണ്ടത് സത്യത്തിൽ ഹോപ്പറിനായിരുന്നു. 11 വേഗം അയാളുടെ അടുത്തെത്തുന്നു. റീയൂണൈറ്റ് ചെയ്തതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിലും എൽ തന്റെ അനുവാദം ഇല്ലാതെ ഇവിടേക്ക് വന്നതിൽ ഹോപ്പർ അസ്വസ്ഥനാണ്. പക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ വീലേഴ്സിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളും ഹോളിയുടെ കിഡ്നാപ്പിംഗും അയാളെ ധരിപ്പിച്ച ശേഷം എൽ വീണ്ടും തന്റെ മിഷൻ തുടരുന്നു. നിവർത്തിയില്ലാതെ ഹോപ്പറും അവൾക്കൊപ്പം കൂടുന്നു. ഇപ്പോൾ റിയൽ വേൾഡിൽ റോബിനും ജോയ്സും ചേർന്ന് റേഡിയോ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. റോബിൻ ഒരു റീപ്ലേസ്മെന്റ് ഫ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്ത് ജോയ്സ് വില്ലിനോട് സംസാരിക്കുന്നു. വിൽ തനിക്കിപ്പോൾ വീണ്ടും വിഷൻസ് ഉണ്ടാവുകയാണ് എന്നും അവ ഇപ്പോൾ മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമാണെന്നും വിശദീകരിക്കുന്നു. ഇപ്പോൾ അവ വെറും വിഷൻസ് മാത്രമല്ല, POV അഥവാ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പീരിയൻസസ് കൂടെയാണ്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് പേഴ്സൺ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് പോലെ ഡെമോഗോർഗൺ ആരെയെങ്കിലും കൊല്ലുമ്പോൾ താൻ തന്നെ ഡെമോഗോർഗൺ ആയി അത് ചെയ്യുന്നത് പോലെയാണ് അവനിപ്പോൾ തോന്നുന്നത്. തന്റെ ഹൈവ് മൈൻഡ് എങ്ങനെയോ വെക്നയുടേതും ഡെമോഗോർഗന്റെയുമായി റീകണക്ട് ആയിട്ടുണ്ട് എന്നാണ് അവൻ കരുതുന്നത്. താനങ്ങ് ദൂരെ കാലിഫോർണിയയിലായിരുന്നപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും തിരികെ ഹോക്കിൻസിൽ എത്തിയപ്പോഴാണ് വീണ്ടും കണക്ഷൻ ഫീൽ ചെയ്തത് എന്നും കൂടി അവൻ ഓർക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് മടങ്ങിയെത്തുന്ന റോബിൻ വില്ലിന്റെ മൈൻഡ് ഒരു റിസീവർ പോലെ ആയിരിക്കാം എന്ന് സജസ്റ്റ് ചെയ്യുന്നു. റിസീവർ ആന്റനയിലേക്ക് റേഡിയോ വേവ്സ് എത്തുന്നത് പോലെ വിൽ ഹോക്കിൻസിലേക്ക് അഥവാ വെക്നയുടെ സമീപത്തേക്ക് എത്തുമ്പോൾ സിഗ്നൽസ് അവന്റെ മൈൻഡിലേക്ക് എത്തുന്നതാവാം എന്നാണ് അവൾ കരുതുന്നത്. താനൊരു റിസീവർ ആണെങ്കിൽ ഹോളിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ തനിക്ക് കഴിയുമെന്ന് വില്ലും പറയുന്നു. എന്നാൽ ഇത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ എന്ത് വന്നാലും അനുവദിക്കില്ല എന്നാണ് ജോയ്സിന്റെ സ്റ്റാൻഡ്. അപ്സൈഡ് ഡൗണിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ റീസ്റ്റോർ ചെയ്ത് ഹോപ്പറും 11മായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് തങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് പുള്ളിക്കാരിയുടെ അഭിപ്രായം. താൻ ഇത്തരത്തിൽ റെസ്ട്രിക്റ്റഡ് ആവുന്നതിൽ വിൽ വളരെ അപ്സെറ്റ് ആണ്. ഈ നേരത്ത് സ്റ്റീവും ജോനത്തിനും ഇപ്പോൾ അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴിയിലാണ്. ഒരു പരിചയക്കാരിയായ പെൺകുട്ടിയുടെ കാറിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവർ വാനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു. നാൻസിയുടെ മുമ്പിൽ ഷോ കാണിക്കാൻ സ്റ്റീവ് ശ്രമിക്കുന്നതായി ജോനത്തൻ അക്യൂസ് ചെയ്യുമ്പോൾ അവൾ ഇപ്പോൾ തന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്നും
തന്നോട് മത്സരിക്കുന്ന സമയം കൊണ്ട് ജോനത്തൻ അവളുമായി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും നോർമൽ ആകുമെന്ന് സ്റ്റീവൻ തിരിച്ചടിക്കുന്നു. അവരൊരു കോംപ്രമൈസിലേക്ക് എത്തുന്നതിനിടെ അവിടേക്ക് സൈക്കിളും ഉരുട്ടി മുഖത്ത് ചോരയെ ഒലിപ്പിച്ച് കടന്നു വരികയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആന്റിയും കൂട്ടിന് പഞ്ഞിക്കിട്ടുകൊണ്ടിരുന്ന സാക്ഷാൽ ഡസ്റ്റിൻ. അപ്സൈഡ് ഡൗണിൽ ഹോപ്പർ ഇപ്പോൾ 11നോട് അവൾ നേരത്തെ ടണൽസ് ഉപയോഗിക്കാതെ ഓപ്പൺലി ഒരു കാറിൽ നാൻസിയോടൊപ്പം വീലേഴ്സിന്റെ വീട്ടിലേക്ക് സഞ്ചരിച്ചതിൽ ദേഷ്യപ്പെടുന്നു. മിലിറ്ററി ഇതിനോടകം അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും 11നെ ഹണ്ട് ചെയ്യാൻ അവർ അപ്സൈഡ് ഡൗണിലേക്ക് ഉടൻ എത്തുമെന്നും അയാൾ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഹോളിയെ കണ്ടുപിടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന 11 നിലത്ത് കിടക്കുന്ന ബ്ലഡിൽ നിന്നും ഡെമോഗോർഗൻ ഇഞ്ചേർഡ് ആണെന്നും അത് അധികം ദൂരെ ആയിരിക്കില്ലെന്നും മനസ്സിലാക്കി ആ ട്രെയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് തന്നെ പോകുന്നു. തൊട്ടടുത്ത സീനിൽ നടന്ന സംഭവങ്ങളും ബാഡ് ന്യൂസുകളും എല്ലാം കോമയിൽ കിടക്കുന്ന മാക്സിനോട് ഷെയർ ചെയ്യുന്ന ലൂക്കസിനെയാണ് നമ്മൾ കാണുന്നത്. വെഗ്നയെ വകവരുത്തി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കണം അടുത്തതായി മാക്സിന് നൽകുന്ന അപ്ഡേറ്റ് എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊട്ടും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് നമ്മളെപ്പോലെ ലൂക്കസിനും അറിയാം. സോ ഫൈറ്റ് ചെയ്യാനും ജയിക്കാനും മാക്സിമം ടീം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെന്നും അതിന് മാക്സ് കൂടെ ഉണർന്ന് തങ്ങൾക്കൊപ്പം ചേരണം എന്നുമുള്ള തന്റെ പ്രതീക്ഷയാണ് അവൻ മാക്സിനോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് കൂടെ ആ പ്രതീക്ഷ തന്നുകൊണ്ട് മാക്സിന്റെ വൈറ്റൽ മോണിറ്ററിലേക്ക് സൂം ചെയ്തുകൊണ്ടാണ് എപ്പിസോഡ് അടുത്ത സീനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മൈക്ക് നാൻസിയോട് അവന്റെ ഒരു തിയറി പറയുന്നു. ഹോളി അവളുടെ ഫ്രണ്ടായ മിസ്റ്റർ വാട്സറ്റിനെ പറ്റിയും ഹോക്കിൻസിൽ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് അയാൾ അവളെ വാൺ ചെയ്തതിനെ പറ്റിയും അവളെ അയാൾ രക്ഷിക്കാമെന്ന് പറഞ്ഞതിനെ പറ്റിയുമൊക്കെ അവരോട് പറഞ്ഞിരുന്നു. വാട്സറ്റ് അവൾ വായിക്കുന്ന ബുക്കിൽ നിന്നുള്ള ഇമാജിനറി ഫ്രണ്ട് അല്ലേ എന്ന് നാൻസി ചോദിക്കുമ്പോൾ ബുക്കിലുള്ളത് മിസ്റ്റർ അല്ല മിസ്സസ് വാട്സറ്റ് ആണെന്നും ഹോളി പറഞ്ഞ ആൾ ഇമാജിനറി പേഴ്സൺ ആണെന്ന് ഇപ്പോൾ താൻ കരുതുന്നില്ലെന്നും മൈക്ക് പറയുന്നു. ഈ വ്യക്തിയെ കണ്ടുപിടിച്ചാൽ ഹോളിയുടെ അടുത്തേക്ക് എത്താം എന്നതാണ് മൈക്കിന്റെ തിയറി. തങ്ങളുടെ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായി പറയാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. പക്ഷെ അവരുടെ ക്രിട്ടിക്കൽ കണ്ടീഷൻ കാരണം ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരെ കാണാൻ അനുവദിക്കാത്തതിനാൽ എങ്ങനെയെങ്കിലും അകത്തേക്ക് കടന്നുകൂടാൻ നാൻസിയും മൈക്കും തീരുമാനിക്കുന്നു. അതേസമയം ഇപ്പോൾ വാൻ ശരിയാക്കി അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ജോനത്തൻ റേഡിയോ കണക്ഷൻ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റീവും ഡസ്റ്റിനും തമ്മിൽ ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. ഡസ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കാരണം അവർ തമ്മിലുള്ള ഡൈനമിക്സ് ഒക്കെ തെറ്റിയിരിക്കുകയാണ്. ഒപ്പം ഡസ്റ്റിൻ തന്റെ അഭാവത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പ്രോസസ് ചെയ്തെടുക്കാനും ശ്രമിക്കുകയാണ്. ഈ സമയം റേഡിയോ സ്റ്റേഷനിൽ റോബിൻ ഫ്ലക്സ് കപ്പാസിറ്റർ തകരാറിലാണെന്നും അത് ശരിയാക്കാൻ 2 പേർ വേണമെന്നും ജോയ്സിനോട് കള്ളം പറഞ്ഞുകൊണ്ട് വില്ലിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മാറ്റി നിർത്തി വെഗ്നയെ നേരിടാൻ അവന്റെ പ്ലാനിലൂടെ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നതായി അറിയിക്കുന്നു. സോ അവർ ജോയ്സിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്ത് അവൾ അറിയാതെ അവിടെ നിന്നും ഇറങ്ങി വില്ലിന്റെ സിഗ്നൽസ് ഫോളോ ചെയ്ത് ഉച്ചിലേക്ക് പോകുന്നു. അപ്സൈഡ് ഡൗൺ മിലിറ്ററി ബേസിൽ 11ന്റെ CCTV ഫൂട്ടേജസ് എത്തിക്കഴിഞ്ഞു. അവൾ ഇപ്പോൾ ഈ ഡിമെൻഷനിൽ ഉണ്ടെന്ന വിവരം ഡോക്ടർ കെയോട് ആർമി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നേരം 11 മാക്സിൽ നിന്ന് മുമ്പ് പഠിച്ചിട്ടുള്ള രീതികൾ വെച്ച് ഹോപ്പറിന്റെ മുറിവുകൾ ബാൻഡേജ് ചെയ്യുകയാണ്. അവരൊരു സ്വീറ്റ് ഫാദർ ഡോട്ടർ മൊമെന്റ് ഷെയർ ചെയ്യുകയും താൻ അവളോട് ഇത്ര പ്രൊട്ടക്റ്റീവ് ആവുന്നത് എന്തുകൊണ്ടെന്ന് ഹോപ്പർ വിശദീകരിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ തങ്ങളുടെ സെർച്ച് തുടരുന്നു. എപ്പിസോഡിന്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ ഇനി നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ത്രില്ലടിപ്പിക്കാനായി ഓരോ ലൊക്കേഷൻസിലൂടെയും മാറി മാറി സഞ്ചരിച്ചാണ് കാണിക്കുന്നത്. നമുക്ക് പക്ഷേ കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നെ പോവാം. മുന്നോട്ട് നീങ്ങുന്ന 11നും ഹോപ്പറിനും ഒരു സ്ഥലത്ത് നിന്നും ഹോളിയുടെ ഷൂ ലഭിക്കുകയും ഡെമോഗോർഗന്റെ ട്രെയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളത് വല്ലാത്ത തരം ഒബ്ജക്ട്സ് കൊണ്ടുള്ള വലിയൊരു മതിലാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ ദ വാളിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള എന്നാൽ അപ്സൈഡ് ഡൗണിന്റെ മൊത്തത്തിലുള്ള ഡിസ്കസ്റ്റിംഗ് വൈബിന് ചേരുന്ന ഒരു മാസീവ് വാൾ. അതിനപ്പുറത്തേക്ക് എന്താണെന്ന് സെൻസ് ചെയ്യാൻ 11ന് കഴിയുന്നില്ല. സോ വെഗ്ന സൃഷ്ടിച്ച ഒരു വാൾ ആയിരിക്കാം ഇതെന്നും അതിനപ്പുറത്തേക്കാണ് ഹോളിയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നും അവർ അനുമാനിക്കുന്നു. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ പക്ഷെ ഒരു മാർഗവുമില്ല. വുഡ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വില്ലും റോബിനും ആകട്ടെ വില്ലിന്റെ മുൻപത്തെ ഒരു വിഷനിൽ കുട്ടികളുടെ വോയിസസ് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഹോളിയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. വെഗ്ന എപ്പോഴൊക്കെ ഒരു വിക്ടിമിനെ ഹണ്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ വില്ലിന്റെ ഹൈവ് മൈൻഡ് കണക്ഷൻ കാരണം വില്ലിനും വെഗ്ന കാണുന്നത് പോലെ വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കാര്യങ്ങൾ കാണാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ വേഷം മാറിയ നാൻസിയും മൈക്കും തങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരിന് സംസാരിക്കാൻ കഴിയാത്തതിനാൽ അവൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാനാണ് അവരുടെ പ്ലാൻ. ഹോളിയുടെ ഈ മിസ്റ്റീരിയസ് ഫ്രണ്ടിന്റെ പേര് അവൾ പറഞ്ഞറിയാവുന്ന കാരൻ അത് ആ പേപ്പറിൽ എഴുതുന്നു. അവൾ എഴുതിയ പേര് കണ്ട് നാൻസിയും മൈക്കും നടുങ്ങുന്നു. ഹെൻറി, വെഗ്നയുടെ റിയൽ ഐഡന്റിറ്റി ആയ ഹെൻറി ക്രീൽ. സോ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആവുന്നു. ഹോളിയുടെ ഈ മിസ്റ്റീരിയസ് ഫ്രണ്ട് സാക്ഷാൽ വെഗ്ന തന്നെയാണ്. അയാളുടെ ആ സമയത്തെ വിക്ടിം ഹോളി ആയിരുന്നതിനാൽ വില്ലിന് കഴിഞ്ഞ എപ്പിസോഡിൽ തല കറങ്ങുന്നത് പോലെ തോന്നിയത് അവൻ അപ്പോൾ മെറിഗോ റൗണ്ടിൽ കിടന്ന് കറങ്ങുകയായിരുന്ന ഹോളിയുടെ പോയിന്റ് ഓഫ് വ്യൂ കണ്ടുകൊണ്ടിരുന്നതിനാലാണ്. തുടർന്നുള്ള അവസാന ഷോട്ടിൽ ഹോളിയെ താൻ രക്ഷിച്ചതായി അവളെ വിശ്വസിപ്പിക്കുകയും
അവളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കൂടി രക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് അവളെ അപ്സൈഡ് ഡൗൺ വാളിനപ്പുറത്ത് വളരെ മനോഹരമെന്ന് തോന്നിക്കുന്ന എൻവയൺമെന്റിലുള്ള പ്രോബബ്ലി ഒരു മെന്റൽ പ്രൊജക്ഷൻ മാത്രമാവാൻ സാധ്യതയുള്ള ഒരു വലിയ ബംഗ്ലാവിനുള്ളിലേക്ക് ഹോളിയെയും കൊണ്ട് നടന്നു കയറി വാതിലടയ്ക്കുന്ന സാക്ഷാൽ ഹെൻറിയെ തന്നെ കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്ലിഫ് ഹാങ്ങറോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാപ്റ്റർ 3 ദ ടേൺ ബൗട്ട് ട്രാപ്പ് എന്ന തേർഡ് എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ 11ഉം ഹോപ്പറും ചെന്നെത്തി നിൽക്കുന്ന അപ്സൈഡ് ഡൗണിലെ ആ മാസീവ് വാളിന് മുന്നിൽ നിന്നാണ്. അവർ അതിൽ കത്തികൊണ്ട് കുത്തിയും മുറിച്ചും 11 തന്നെ പവേഴ്സ് ഉപയോഗിച്ചൊക്കെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നെങ്കിലും ഒന്നും തന്നെ വർക്ക് ആകുന്ന മട്ടില്ല. അവർ നിരാശരായി ഒരു സൊല്യൂഷൻ ആലോചിക്കുന്നതിനിടെ പെട്ടെന്ന് അകലെ നിന്ന് നോയ്സസ് കേൾക്കുകയും മിലിറ്ററി തങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അടുത്തേക്ക് വരികയാണെന്ന് തിരിച്ചറിയുന്നു. ഇതോടൊപ്പം ഒരു സ്ട്രേഞ്ച് ഫിനോമിനൻ കൂടെ സംഭവിക്കുന്നു. മിലിറ്ററി വെഹിക്കിൾസിലെ ഒരു ഡിവൈസിൽ നിന്നും അൾട്രാസോണിക് വേവ്സ് പോലുള്ള തരംഗങ്ങൾ വരികയും 11 അവളുടെ പവേഴ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയും അവൾക്ക് അതികഠിനമായ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ സീൻ റിയൽ വേൾഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നിടത്ത് വില്ലിനെയും റോബിനെയും തിരയുന്ന ജോയ്സിനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. വഴിയിൽ അവർ കണ്ടുമുട്ടുന്നു. അപകടത്തിൽ ചെന്ന് ചാടാൻ തുനിയുന്നതിന് ജോയ്സ് വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ ഇത്തവണ പക്ഷേ വില്ലിന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവൻ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ജോയ്സിന്റെ പ്ലാൻസ് പോലെ ഫ്ലോപ്പ് ആയിരുന്നില്ല തന്റേതെന്നും തന്റെ പ്ലാൻ ഒന്നുമില്ലെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നും അവൻ തിരിച്ചടിക്കുന്നു. ഇത് ജോയ്സിനെ സൈലന്റ് ആക്കുകയും പിന്നീട് എല്ലാവരും ശാന്തരാവുകയും ചെയ്ത ശേഷം അവർ വിൽ മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ച് തങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് തയ്യാറാക്കാൻ പുറപ്പെടുന്നു. ശേഷം ഹോളിയെ മുമ്പ് വിസിറ്റ് ചെയ്തിരുന്ന പോലെ അവളുടെ സ്കൂളിലെ ബുള്ളി ചൈൽഡായ ഡെറിക്കിനെയും ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഹെൻറിയെയാണ് നമ്മൾ കാണുന്നത്. സോ ഡെറിക് ആണ് ഹെൻറിയുടെ അടുത്ത ടാർഗറ്റ്. അടുത്തതായി നമ്മൾ കാണുന്നത് ഹോളിയെ തന്നെയാണ്. അവളിപ്പോൾ സന്തോഷത്തോടെ ഹെൻറിയുടെ കൂടെ ആ വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹെൻറി അവൾക്ക് വീടിന്റെ ഫുൾ കൺട്രോൾ വിട്ടുകൊടുക്കുകയും ഡെറിക്കിനെ കൂടെ മോൺസ്റ്റേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ അവിടേക്ക് കൊണ്ടുവരുമെന്ന് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, അതിനായി പുറത്തേക്ക് പോവുകയാണെന്നും ഹോളി ഒരിക്കലും വീടിന് പുറത്തുള്ള ഫോറസ്റ്റിലേക്ക് പോകരുത്, കാരണം അവിടെയാണ് മോൺസ്റ്റേഴ്സ് ഉള്ളത് എന്ന് കൂടി ഹെൻറി അവളെ ധരിപ്പിക്കുന്നു. ഇതിനിടയ്ക്കൊക്കെ തന്നെ അവളുടെ ഇഷ്ടങ്ങൾ ഹെൻറി കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനനുസരിച്ച് പ്രവർത്തിച്ച് അവളെ വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാവും. അതിന്റെ ഭാഗമായി ഹോളിക്ക് ബോർ അടിക്കാതിരിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ടേപ്പും പ്ലെയറും കൂടെ കൊടുത്തിട്ടാണ് ഹെൻറി പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ഹാപ്പി ആൻഡ് പ്ലസന്റ് എക്സ്പീരിയൻസസ് ഒക്കെ തന്നെയും വെഗ്നയുടെ പിടിയിലായി അപ്സൈഡ് ഡൗൺ ഡിമെൻഷനിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ഹോളിയുടെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്സൈഡ് ഡൗണിൽ ആർമി ഇപ്പോൾ വാളിനടുത്ത് എത്തിയിട്ടുണ്ട്. അവർ അവിടെ ആകെ 11 തിരയുകയാണ്. ഹോപ്പറും 11ഉം അവർ എത്തുന്നതിന് മുമ്പായി അവിടെയുള്ള ഒരു വുഡൻ ബോർഡിന് പുറകിലായി ഒളിച്ചിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ മിലിറ്ററി ഡിവൈസിന്റെ പ്രവർത്തനം സൃഷ്ടിച്ച പെയിനിലാണ് 11 ഇപ്പോഴും. കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ നിന്ന സോൾജിയേഴ്സിന് പക്ഷേ വാളിൽ നിന്നും ഹോപ്പറിന്റെ നൈഫ് കിട്ടുന്നതോടെ അവർ അടുത്ത് തന്നെ ഉണ്ടെന്ന് ആർമി മനസ്സിലാക്കുന്നു. അവരെ ഒബ്സർവ് ചെയ്യുകയായിരുന്ന ഹോപ്പർ ഇത് മനസ്സിലാക്കി അവർക്ക് നേരെ ഫയർ ചെയ്യുന്നു. പിന്നെ ഒരു ഫുൾ ബ്ലോൺ ഗൺ ഫൈറ്റ് ആണ് നടക്കുന്നത്. അതിനിടെ ഹോപ്പർ ഗ്രനേഡ്സ് കൂടി ഉപയോഗിച്ച് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വിധത്തിൽ 11 ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ ഡിവൈസ് വെടിവെച്ച് നശിപ്പിക്കുന്നു. ഇതോടുകൂടി ഫ്രീ ആയ 11 പുറത്തേക്ക് വന്ന് സോൾജിയേഴ്സിനെ ഒറ്റയടിക്ക് വൈപ്പ് ഔട്ട് ചെയ്യുന്നു. സോ തൽക്കാലം അവർ സേഫ് ആണ്. ഇനി നമ്മൾ റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരികയാണ്. ബാക്കിയുള്ള ടീം മുഴുവൻ ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ ഒത്തുകൂടിയിട്ടുണ്ട്. വില്ല് ഇപ്പോൾ അവർക്ക് ഹൈവ് മൈൻഡിനെ പറ്റിയും താൻ എങ്ങനെ വെഗ്നയുടെ വിക്ടിംസിന്റെ മൈൻഡിൽ എത്തുന്നു എന്നതിനെ പറ്റിയും വെഗ്നയുടെ വിക്ടിംസിനെ താൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ പറ്റിയും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഹോളിയുടെ ക്ലാസ്മേറ്റ് ഡെറിക് ആണ് അടുത്ത ടാർഗറ്റ് എന്നും അവൻ അവരെ അറിയിക്കുന്നു. ശേഷം ടീം ഡെറിക്കിന്റെ വീട്ടിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്ത് ട്രാപ്സ് സെറ്റ് ചെയ്യുന്ന പ്ലാനിലേക്ക് കടക്കുന്നു. ഡെറിക്കിനെ പിടിക്കാൻ എത്തുന്ന ഡെമോഗോർഗനെ ആക്രമിച്ച് അതിന്റെ ദേഹത്ത് ഒരു ട്രാക്കർ ഇംപ്ലാന്റ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. ഇഞ്ചേർഡ് ആയ ഡെമോഗോർഗൻ തിരികെ അപ്സൈഡ് ഡൗണിലേക്ക്, സ്പെസിഫിക്കലി വെഗ്നയുടെ തന്നെ അടുത്തേക്കാവും പോവുക എന്നും അങ്ങനെ അതിനെ ട്രാക്ക് ചെയ്ത് വെഗ്നയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാം എന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ. വീണ്ടും നമ്മൾ ഹോളിയിലേക്ക് തിരിച്ചു പോകുന്നു. അവൾ ഹെൻറിയുടെ ഫാന്റസി ബംഗ്ലാവിൽ കേക്ക്സ് ബേക്ക് ചെയ്തും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും എൻജോയ് ചെയ്യുകയാണ്. പെട്ടെന്ന് വാതിലിൽ ആരും നോക്ക് ചെയ്യുന്നതായി അവൾ ശ്രദ്ധിക്കുന്നു. അല്പം മടിച്ചു ഹോളി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ മെയിൽ ബോക്സിൽ നിന്നും അവൾക്കൊരു ലെറ്റർ കിട്ടുന്നു. തനിക്ക് അവളുടെ സഹായം വേണമെന്നും എക്സ് എന്ന് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് അവൾ എത്തണമെന്നും ഹെൻറിയുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണത്. ലെറ്ററിനൊപ്പം തന്നെ ഒരു മാപ്പും കോമ്പസും കൂടെ ഉണ്ട്. പക്ഷെ അതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഹെൻറി പോകരുത് എന്ന് തന്നെ വോൺ ചെയ്തിട്ടുള്ള ഫോറസ്റ്റിനും അപ്പുറമായതിനാൽ ഹോളിക്ക് അല്പം ഭയം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുന്ന ഹോളിയിൽ നിന്നും സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്സൈഡ് ഡൗണിൽ വാളിനടുത്തേക്ക് എത്തി ഹോപ്പറിനും 11നും വേണ്ടിയുള്ള സെർച്ച് തുടരുന്ന മിലിറ്ററി ബാക്കപ്പ് പാർട്ടിയിലേക്കാണ്.
അവിടെ നിന്ന് കുറച്ചു ദൂരം മാറി മുമ്പ് വന്ന സോൾജിയേഴ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഒരാളെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒളിച്ചിരിക്കുന്ന ഹോപ്പറിനെയും 11നെയും കൂടി നമുക്ക് കാണാം. ഈ പിടിച്ചു വെച്ചിരിക്കുന്ന സോൾജിയറിൽ നിന്നും ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഹോപ്പർ. അയാൾ സംസാരിക്കാൻ തയ്യാറല്ല. സോ 11 അയാളുടെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതുവഴി ഡോക്ടർ കെയെ പറ്റി മനസ്സിലാക്കുന്ന അവൾ ഒരു സീൽഡ് സീക്രട്ട് ഡോർ കൂടെ അയാളുടെ മെമ്മറിയിൽ കാണുന്നു. പക്ഷെ ആ ഡോർ തുറന്നു കാണാൻ ശ്രമിക്കവേ അവൾ ഷോക്ക് ഏറ്റതുപോലെ മെമ്മറിയിൽ നിന്നും സ്നാപ്പ് ഔട്ട് ആയി പോകുന്നു. ആ സീൽഡ് ഡോർ വെക്നയുമായി കണക്റ്റഡ് ആയിരിക്കാമെന്നും മിലിറ്ററി അവനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാവാം എന്നുമാണ് 11 അനുമാനിക്കുന്നത്. റിയൽ വേൾഡിൽ ഇപ്പോൾ മൈക്കും ലൂക്കസിന്റെ സിസ്റ്റർ എറിക്കയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എറിക്ക ഡെറിക്കിന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട് ആയതിനാൽ ആ കണക്ഷൻ ഉപയോഗിച്ച് തങ്ങൾക്ക് വീട്ടിലേക്ക് കടന്നു കയറാൻ സഹായിക്കാനും തങ്ങളുടെ ബാക്കി പ്ലാൻസിൽ അസിസ്റ്റ് ചെയ്യാനും എറിക്കയുടെ ഹെൽപ്പ് ചോദിക്കാനാണ് അവർ എത്തിയിരിക്കുന്നത്. ഒരു ചെറിയ പെർസ്വേഷനും കൺവിൻസിങ്ങിന് ശേഷം എറിക്ക ഇതിന് സമ്മതിക്കുന്നു. അതേസമയം റോബിനും വില്ല് ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നു. അവർക്ക് അവിടെ നിന്നും കുറച്ചധികം സ്ലീപ്പിംഗ് പിൽസ് അടിച്ചു മാറ്റേണ്ടതുണ്ട്. എറിക്ക വഴി ഈ സ്ലീപ്പിംഗ് പിൽസ് ഫുഡിൽ കലർത്തി ഡെറിക്കിന്റെ ഫാമിലിയെ ബോധം കെടുത്തി അവരെ വീട്ടിൽ നിന്നും സേഫ് ആയ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ശേഷം ഡെമോഗോർഗൺ അവിടെ എത്തുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ അതിനെ അറ്റാക്ക് ചെയ്യുകയും ആവാം എന്നാണ് ടീം പദ്ധതിയിട്ടിരിക്കുന്നത്. ഒപ്പം ഈ അറ്റാക്ക് നടത്താനും ഡെറിക്കിന്റെ വീട്ടിൽ ട്രാപ്സ് സെറ്റ് ചെയ്യാനും ആവശ്യമായ ടൂൾസും കൊണ്ട് മുറയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ശേഷം ഡസ്റ്റിൻ റേഡിയോ വാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാക്കിംഗ് ഡിവൈസ് അതിൽ നിന്ന് ഡിസ്മാന്റിൽ ചെയ്ത് സ്റ്റീവിന്റെ എതിർപ്പുകൾ അവഗണിച്ച് അവന്റെ കാറിൽ ഫിറ്റ് ചെയ്യുന്നു. സ്റ്റീവിന്റെ കാർ വളരെ ഫാസ്റ്റ് ആയതിനാൽ അവർക്ക് ഡെമോഗോർഗനെ ട്രാക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും എന്നതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഷോർട്ട് ഗൺ ബുള്ളറ്റ്സിന്റെ ഉള്ളിലേക്ക് ട്രാക്കേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്ന നാൻസിയെയും അവളെ ഹെൽപ്പ് ചെയ്യുന്ന ജോനത്തിനെയും മുറയെയും നമുക്ക് കാണാം. ഈ ബുള്ളറ്റ്സ് ഡെമോഗോർഗനെ ഹിറ്റ് ചെയ്യുമ്പോൾ ട്രാക്കേഴ്സ് അതിന്റെ ബോഡിയിലേക്ക് എംബഡ് ആവുകയും അതുവഴി അവർക്ക് അതിനെ ട്രാക്ക് ചെയ്ത് വെക്നയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യാം. അവർ ഈ ബുള്ളറ്റ്സ് ഷൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പുറത്തേക്ക് പോകുന്നതിനിടെയുള്ള ജോനത്തിന്റെയും മുറയുടെയും കോൺവെർസേഷനിൽ നിന്നും ജോനത്തൻ നാൻസിയെ പ്രപ്പോസ് ചെയ്യാനായി ഒരു റിംഗ് കരുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. സോ ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റോറി രണ്ടുപേരും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ പ്രപ്പോസൽ സീൻ കൂടി നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഹെൻറിയെ ഹെൽപ്പ് ചെയ്യാൻ ഫോറസ്റ്റിലൂടെ മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ തന്നെ ഹോളി തീരുമാനിക്കുന്നു. അവൾ വീട്ടിൽ നിന്നും യാത്രയ്ക്ക് ഉപയോഗിക്കേണ്ട ഹെൻറിയുടെ ചില സാധനങ്ങൾ കൂടി എടുത്ത് അവിടേക്ക് പോകുന്നു. അടുത്ത് കാണുന്ന സംഭവങ്ങൾ ഡെറിക്കിന്റെ വീട്ടിലാണ്. എറിക്ക അവിടേക്ക് എത്തി ഡെറിക്കിനും ഫാമിലിക്കും സ്ലീപ്പിംഗ് പിൽസ് മിക്സ് ചെയ്തിട്ടുള്ള പൈ നൽകുന്നു. ബാക്കിയുള്ള ടീം ഇപ്പോൾ പുറത്തുനിന്നും വീട്ടിലെ പ്രോഗ്രസ് ഒബ്സർവ് ചെയ്യുകയാണ്. ഡെറിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സും പൈ കഴിച്ച് അൺകോൺഷ്യസ് ആവുന്നെങ്കിലും ഡെറിക്കിന്റെ സിസ്റ്റർ അത് കഴിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ എറിക്കയ്ക്ക് അവളെ ഒരു മൈൽഡ് അനസ്തെറ്റിക് ഇൻജെക്ട് ചെയ്ത് ബോധം കെടുത്തേണ്ടി വരുന്നു. ശേഷം ടീം മെമ്പേഴ്സിൽ ഒരു കൂട്ടർ മുഴുവൻ ഫാമിലിയെയും വാനിൽ കയറ്റി അവരെ സിറ്റിക്ക് പുറത്തുള്ള ഒരു ഫാം ഹൗസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡെറിക്കിന്റെ വീട്ടിൽ തന്നെ നിന്ന് അവിടെ പ്ലാൻ പ്രകാരമുള്ള ട്രാപ്സ് സെറ്റ് ചെയ്യുന്നു. ഫാം ഹൗസിൽ വില്ലും ജോയ്സും തമ്മിലുള്ള ഒരു ലവബിൾ മൊമെന്റ് നമുക്ക് കാണാൻ കഴിയും. രാവിലത്തെ തന്റെ റൂഡായ പെരുമാറ്റത്തിന് വിൽ അമ്മയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള പിണക്കം സോൾവ് ചെയ്യുന്നു. പിന്നീട് അധികം താമസിയാതെ അവർ കാത്തിരുന്ന ആ ഡെമോഗോർഗൺ ഡെറിക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നമ്മുടെ ടീം ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ലൂക്കസ് ആണ് ആദ്യം അറ്റാക്ക് തുടങ്ങുന്നത്. തുടർന്ന് മൈക്ക് ആ മോൺസ്റ്ററിനെ വീടിനുള്ളിലെ മുള്ളുകമ്പികൾ നിറഞ്ഞ ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുന്നു. ജോനത്തൻ അതിനെ പെട്രോളിൽ കുളിപ്പിച്ച് അതിന്റെ ദേഹത്ത് തീ കൊളുത്തുന്നു. ഡെമോഗോർഗൺ തീയിൽ നിന്ന് പുളയുന്നതിനിടെ നാൻസി അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ശരീരത്തിൽ അവരുടെ ട്രാക്കർ എംബഡ് ചെയ്യുന്നു. ദേഹത്തെ തീയോടുകൂടി തന്നെ ഡെമോഗോർഗൺ അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ സ്റ്റീവ്, ജോനത്തൻ, ഡസ്റ്റിൻ, നാൻസി എന്നിവർ കാറിൽ അതിനെ ചേസ് ചെയ്യുന്നു. പക്ഷെ അത് തിരികെ അപ്സൈഡ് ഡൗണിലേക്കല്ല പോകുന്നത്. അൺകോൺഷ്യസ് ആയിരുന്ന ഡെറിക് ഇപ്പോൾ ഉണർന്ന് അവൻ എവിടെയാണെന്ന് കണ്ടതോടെ വെക്നയും അതുവഴി ഡെമോഗോർഗണും അവന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് വിൽ ടീമിനോട് പറയുന്നു. സോ ഫാം ഹൗസിലേക്കാണ് ഡെമോഗോർഗൺ ഇപ്പോൾ വരുന്നത്. അതിനെ നേരിടാൻ അവർ തയ്യാറെടുക്കുന്നതിന്റെ ടെൻഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് സീൻ ഹോളിയുടെ ആക്ടിവിറ്റീസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അവൾ ഇപ്പോൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് മാപ്പിൽ മാർക്ക് ചെയ്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് മുന്നിൽ കുറെ പാറക്കെട്ടുകളും അതിനിടയിലെ ചെറിയ ഗുഹകളുമാണ്. മോൺസ്റ്റേഴ്സിനെ പറ്റി മനസ്സിലൊരു പേടിയോടുകൂടി നിൽക്കുന്ന ഹോളി പെട്ടെന്ന് റോക്സിനിടയിൽ ആരുടെയോ മൂവ്മെന്റ് കണ്ട് ഞെട്ടുന്നു. ഭയന്നു പോയ അവൾ കാട്ടിലൂടെ തന്നെ തിരികെ ഹെൻറിയുടെ വീട്ടിലേക്ക് ഓടുന്നു. ഇടയ്ക്ക് തന്നെ ആരോ ചേസ് ചെയ്യുന്നതായി തോന്നി ഒളിച്ചിരിക്കുന്ന അവൾക്ക് മുന്നിലേക്ക് ആ പിന്തുടർന്ന് വന്ന ആൾ എത്തി നിൽക്കുന്നു. ഇവിടെ ഹോളിയെക്കാളും ആ വ്യക്തിയെ കണ്ട് ഞെട്ടുന്നത് നമ്മളാണ്. അത് മോൺസ്റ്റേഴ്സോ വെക്നയോ 11 ഒന്നുമല്ല. കോമയിൽ കിടക്കുന്നതായി നമുക്കറിയാവുന്ന മാക്സ് ആണ് ഈ വന്ന് നിൽക്കുന്നത്. ചാപ്റ്റർ 4 സോഴ്സറർ എന്ന 4th എപ്പിസോഡ് തുടങ്ങുന്നത് ഫാം ഹൗസിൽ തങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഡെറിക്കിനെ സേഫ് ആക്കി വെക്കാൻ ശ്രമിക്കുന്ന റിയൽ വേൾഡിലെ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ ബോധം വീണിരിക്കുന്ന ഡെറിക് അവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. വെക്ന നല്ല രീതിക്ക് തന്നെ അവനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ജോയ്സ് അവനെ കൺവിൻസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തങ്ങൾ പറയുന്നതെല്ലാം അവൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന ധാരണയിൽ ജോയ്സ് ഡെറിക്കിന്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുന്നെങ്കിലും ഇവിടെയാണ് ഡെറിക് അത്യാവശ്യം ഇന്റലിജന്റ് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഫ്രീ ആയ ഡെറിക് എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ലെന്ന് കണ്ട അവൻ ബാണിലെ ഉയർന്ന ഒരു സർഫസിലേക്ക് കയറി പിടികൊടുക്കാതെ നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ടീമിന് ഇപ്പോൾ അവനോട് കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ബിക്കോസ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഡെമോഗോർഗൻ ഇപ്പോൾ ഫാം ഹൗസിന് വളരെ അടുത്ത് എത്തിയിട്ടുണ്ട്. വില്ലിന് അത് തന്റെ വിഷനിലൂടെ കാണാനും സാധിക്കുന്നുണ്ട്. അവന്റെ ഹൈവ് മൈൻഡ് കണക്ഷൻ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. ഡോറ് തകർത്ത് അകത്തേക്ക് വരുന്ന ഡെമോഗോർഗനെ ജോയ്സ് ഒരു ആക്സ് കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ പരമാവധി അറ്റാക്സ് ഏറ്റുവാങ്ങിയത് കൊണ്ടാവാം അല്പം വീക്ക് ആയിരിക്കുന്ന ഡെമോഗോർഗൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം പിന്നിലേക്ക് ഒഴിഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ ബാക്കിലേക്ക് നീങ്ങി വഴിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൃത്യസമയത്ത് അവിടെ എത്തുന്ന സ്റ്റീവും കൂട്ടരും അതിനെ കാറ് കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്നു. തൽക്കാലം ഒരു അംഗത്തിന് കൂടെ ബാല്യമില്ലാത്തത് കൊണ്ടാവാം ഡെമോഗോർഗൻ വേഗം പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് ഡൗണിലേക്ക് രക്ഷപ്പെടുന്നു. സ്റ്റീവ് നാൻസിയുടെ കൂടെ പെർമിഷനോടെ കടുത്ത ഒരു തീരുമാനം എടുക്കുന്നു. റിയൽ വേൾഡിൽ നിന്നുകൊണ്ട് തങ്ങൾക്കിപ്പോ അധികമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവൻ കാർ ആ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഗേറ്റിലൂടെ ഡ്രൈവ് ചെയ്ത് കയറ്റി അപ്സൈഡ് ഡൗണിൽ ചെന്ന് ഡെമോഗോർഗനെ ട്രാക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു റിസ്കി ഡ്രൈവിംഗ് അറ്റംപ്റ്റിലൂടെ അവരും അപ്സൈഡ് ഡൗണിലേക്ക് എത്തുന്നു. ഈ സമയം വിൽ തന്റെ വിഷനിലൂടെ വെക്നയുടെ ഡഞ്ചനിൽ ട്രാപ്ഡായി കിടക്കുന്ന ഹോളിയെയും മറ്റു 3 കുട്ടികളെയും കാണുന്നു. താൻ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ വിൽ അവ ഫാം ഹൗസിലെ ഒരു ചുമരിൽ വരച്ചു കാണിക്കുന്നു. ഒപ്പം വെക്ന ടോട്ടൽ 12 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കിയതായി പറയുന്നുണ്ട്. വെക്നയ്ക്ക് ഈ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അത് താൻ മനസ്സിലാക്കിയത് വെക്ന ആഗ്രഹിച്ചുകൊണ്ടല്ല എന്നും ഒരു ഫീലിംഗ് വില്ലിനുണ്ടാവുന്നുണ്ട്. സംഭവ് അവന്റെ ഹൈവ് മൈൻഡ് കണക്ഷൻ വെക്ന വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവണം. അതേസമയം മിലിറ്ററിയും റിയൽ വേൾഡിൽ 9-10 വയസ്സുള്ള കുട്ടികളെ അപകടങ്ങളിൽ നിന്നും സേഫാക്കി വെക്കാൻ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതായി മൈക്കൽ ലൂക്കസും കാണുന്നു. പക്ഷെ സത്യത്തിൽ അവർ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് മിലിറ്ററിക്ക് അറിയില്ല എന്നൊരു ഹിന്റ് കൂടെ ഇതിലുണ്ട്. കാരണം ഡോക്ടർ കെയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി നടക്കുന്നത്. ആൻഡ് അവർ ഇപ്പോഴും കരുതുന്നത് 11 ആണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നാണ്. സോ ഈ കുട്ടികളെ തടഞ്ഞു വെച്ച് 11 ഇവിടേക്ക് ലിയോർ ചെയ്യാമെന്നാണ് അവരിപ്പോഴും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിവേ കുട്ടികളെ കൊണ്ടുപോകുന്നത് തങ്ങൾ കണ്ട വിവരം മൈക്കൽ ലൂക്കസും ടീമിനെ അറിയിക്കുന്നു. സോ കുട്ടികളെ ആർമി ഇപ്പോൾ മാക്സി ക്യാമ്പിലേക്ക് എത്തിച്ച് ബാരക്കുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയം റോബിൻ താൻ കണ്ടിട്ടുള്ള ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന സിനിമയിലേതിന് സമാനമായ മെത്തേഡ്സിലൂടെ ബാരക്കിനടിയിലൂടെ ഒരു ടണൽ ഉണ്ടാക്കി അകത്ത് കടന്ന് അതുവഴി കുട്ടികളെ രക്ഷിക്കാം എന്നൊരു പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അവർക്കിതിന് ഒരു ഇൻസൈഡ് പേഴ്സൺ ആയിട്ട് ഡെറക്കിന്റെ സഹായം കൂടി ആവശ്യമാണ്. താൻ ഇതുവരെ കണ്ട സംഭവങ്ങളിലൂടെ ഡെറക്കിന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. സോ അവൻ ഇതിന് സമ്മതിക്കുന്നു. ഇനി നമ്മൾ മാക്സിലേക്കും ഹോളിയിലേക്കും വരുമ്പോൾ ഇപ്പോൾ മാക്സ് ആണ് സത്യത്തിൽ ഹോളിക്ക് മുമ്പ് കിട്ടിയ ഹെൻറിയുടെ പേരിലുള്ള ആ ലെറ്റർ എഴുതിയതെന്ന് അവൾ കൺഫ്യൂസ് ചെയ്യുന്നു. ഹോളിയോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. കേവിനുള്ളിൽ താൻ താമസിക്കുന്ന സ്ഥലം ഹോളിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നതിനെ പറ്റിയൊക്കെ അവൾ ഹോളിയോട് പറഞ്ഞു കൊടുക്കുന്നു. തങ്ങൾ ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ വെക്നയുടെ, അതായത് ഹെൻറിയുടെ തന്നെ മെമ്മറീസിൽ ഒന്നിലാണെന്നും ഇത് തനിക്ക് അറിയാവുന്നത് താൻ കോമയിലായത് മുതൽ ഹെൻറിയുടെ ഓരോ മെമ്മറീസിലായി മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്നുമാണ് മാക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കേവിൽ നിന്നും ഹോളി കാണുന്ന ഈ വ്യൂ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നുമെങ്കിലും സത്യത്തിൽ തങ്ങൾ ഹെൻറിയുടെ മെമ്മറി ജയിലിൽ തന്നെ ആണെന്ന് കൂടി മാക്സ് പറയുന്നു. തുടർന്ന് വെക്ന തന്നെ ഓൾമോസ്റ്റ് മരിച്ച അവസ്ഥയിലാക്കിയതിനു ശേഷമുള്ള കാര്യങ്ങളെ പറ്റി കൂടി അവൾ പറയുന്നുണ്ട്. അറ്റാക്കിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ അവൾ ഹോക്കിൻസ് ലാബിലെ റെയിൻബോ റൂമിലാണ്. അവിടെ ഹെൻറി ചെയ്ത മാസക്കറിന്റെ ബാക്കി പത്രങ്ങളാണ് അവൾ കാണുന്നത്. ശേഷം ഒരു ഡോർ തുറന്നിറങ്ങിയ അവൾ കാണുന്നത് 1959-ലെ, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹോക്കിൻസ് ഹൈസ്കൂളാണ്. അവിടെ അവൾ ജോയ്സിന്റെ യങ്ങർ വേർഷനെ ഉൾപ്പെടെ കാണുന്നുണ്ട്. ആ ജോയ്സിന്റെ കയ്യിൽ സ്കൂൾ നാടകമായ ഒക്ലഹോമയുടെ പോസ്റ്റർ കാണുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സിൽ വളരെ ക്ലിയറായി ഹെൻറി ക്രീലിനെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ഓരോ മെമ്മറിയിൽ നിന്നും അടുത്തതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ഫൈനലി അവൾ റണ്ണിങ് അപ്പ് ദാറ്റ് ഹിൽ എന്ന തന്റെ ഫേവറേറ്റ് സോങ് കേൾക്കുന്നു. ആ മ്യൂസിക് ഫോളോ ചെയ്ത് പോയാൽ തനിക്ക് ഫൈനലി തിരിച്ചെത്താമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. ബട്ട് സാഡ്ലി മ്യൂസിക്കിനെ പിന്തുടർന്ന് പോകുന്ന അവൾക്ക് തന്റെ തന്നെ പല ടെറിബിൾ മെമ്മറീസ് ആണ് കാണാൻ കഴിഞ്ഞത്. അതിൽ വെക്ന തന്നെ ഓൾമോസ്റ്റ് കൊന്ന ദിവസം രാത്രിയിലെ ഇൻസിഡൻസ് പോലും ഉണ്ടായിരുന്നു. ബട്ട് ഒടുവിൽ അവൾ റിയൽ വേൾഡിലേക്കുള്ള ഒരു പോർട്ടൽ കണ്ടു. അവിടെ ലൂക്കസ് അവൾക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്, അതായത് സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഹോപ്പ്ഫുൾ സീൻ. പക്ഷെ അവൾക്ക് ആ പോർട്ടലിലേക്ക് ഓടിയെത്താൻ കഴിയുന്നതിന് മുൻപ് ടേപ്പ് പ്ലേ ചെയ്ത് തീർന്നുപോയി. ആൻഡ് ലൂക്കസിന് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞതുമില്ല. പെട്ടെന്ന് ഹെൻറി അവിടെ പ്രത്യക്ഷപ്പെടുകയും മാക്സിനെ രക്ഷപ്പെട്ട് ഓടേണ്ടിയും വരുന്നു.
ഓടി ഓടി ഒടുവിൽ അവൾ ഇപ്പോൾ അവരുള്ള ആ കേവിലേക്ക് എത്തി. എന്തോ കാരണത്താൽ ഹെൻറിക്ക് ഈ കേവിനുള്ളിലേക്ക് വരാൻ കഴിയില്ല. അവൻ അതിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്ന് മാക്സിന് മനസ്സിലായി. സോ പിന്നീട് അങ്ങോട്ട് അവൾ അതിനുള്ളിൽ തന്നെ ഒളിച്ചു കഴിയാൻ ആരംഭിച്ചു. എ റിങ്കിൾ ഇൻ ടൈം എന്ന ഫാന്റസി നോവലിലെ ഡാർക്ക് പ്ലാനറ്റ് ആയ കാമസോട്സ് പോലെയാണ് ഈ സ്ഥലം എന്നാണ് ഹോളിക്ക് മനസ്സിലാക്കാൻ പാകത്തിന് മാക്സ് ഇവിടം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. തങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ തനിക്കൊരു പ്ലാൻ ഉണ്ടെന്നും എന്നാൽ അതുവരെ ഹെൻറിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഹോളി ക്രീൽ ഹൗസിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് കൂടി മാക്സ് പറയുന്നു. അപ്സൈഡ് ഡൗണിൽ ഇപ്പോൾ ഡെമോഗോർഗനെ പിന്തുടർന്നു പോയ സ്റ്റീവും കൂട്ടരും മുൻപ് 11ഉം ഹോപ്പറും കണ്ട ആ വാളിൽ കാർ ചെന്ന് ക്രാഷ് ചെയ്ത് അവിടെ പെട്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ വോക്കി ടോക്കി വഴി ഹോപ്പറിനോടും 11നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ ഹോപ്പർ എത്തിയ ഭാഗത്തല്ല, അവിടെ നിന്ന് വാളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവരിപ്പോൾ ഉള്ളത്. പക്ഷെ ഹോപ്പറിനും 11നും ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. കാരണം അവരിപ്പോൾ അപ്സൈഡ് ഡൗണിലെ മിലിറ്ററി ക്യാമ്പിൽ നുഴഞ്ഞു കയറാനും സീക്രട്ട് വോൾട്ടിനുള്ളിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള മറ്റൊരു പ്ലാനിലാണ്. അവരെ പിന്നെ കോൺടാക്ട് ചെയ്യാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഹോപ്പർ കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിക്കുന്നു. പിന്നീട് തന്റെ ജോമെട്രി നോളജ് ഉപയോഗിച്ച് ഡസ്റ്റിൻ വാൾ സത്യത്തിൽ ഹോക്കിൻസിനെ ചുറ്റി ഒരു ഫുൾ സർക്കിൾ ആയിട്ടാണ് നിൽക്കുന്നതെന്നും അതിന്റെ ഒത്ത നടുക്ക് വരുന്നത് ഹോക്കിൻസ് ലാബ് ആണെന്നും മനസ്സിലാക്കുന്നു. റിയൽ വേൾഡിൽ ഹോക്കിൻസിനുള്ള ഗ്രൂപ്പിന് ഇപ്പോൾ ഡെറക്കിനെ മാക്സിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യിച്ചു കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. അവൻ അതിനുള്ളിൽ മിസ്റ്റർ വാട്സിറ്റിനെ പരിചയമുള്ള കുട്ടികളെ, അതായത് വെഗ്നയുടെ ഇനിയുള്ള വിക്ടിംസിനെ കണ്ടെത്തി ഒന്നിച്ചു ചേർക്കുകയും തുടർന്ന് പുറത്തുള്ള ഗ്രൂപ്പ് അതിന് താഴെ ഉണ്ടാക്കുന്ന ടണൽസിലൂടെ അവരെ പുറത്തെത്തിക്കുകയും ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ പറഞ്ഞു തീർക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത് പ്രാവർത്തികമാക്കാൻ. കാരണം കുട്ടികൾ ഡെറക്കിനെ കാര്യമായി എടുക്കുന്നില്ല. പുറത്ത് ഗ്രൂപ്പ് തങ്ങളുടെ മിഷൻ നടത്താനായി സഞ്ചരിക്കവേ വില്ലും മൈക്കും തമ്മിലുള്ള സ്വീറ്റ് മൊമെന്റ്സ് ആൻഡ് കോൺവെർസേഷൻസ് നടക്കുന്നു. വില്ലിനോട് അവന്റെ ഹൈവ് മൈൻഡ് കണക്ഷനെ പറ്റി മൈക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മൈക്കിന്റെ കെയറിങ്ങോടെയുള്ള സംസാരം വില്ലിനൊരു ഗുഡ് ഫീലിംഗ് നൽകുന്നുണ്ട്. ആൻഡ് ഇത്തരം ഫീലിംഗ്സിനെ പറ്റി ധാരണയുള്ള റോബിനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം അവർ ടണൽസിലായിരിക്കവേ വില്ലിന് മൈക്കിനോടൊരു ക്രഷ് ഉള്ള കാര്യം മനസ്സിലാക്കിയ റോബിനും വില്ലും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ നടക്കുന്നു. താൻ ആരാണെന്നും ആരാകാൻ സാധിക്കുമെന്നും കണ്ടെത്തുന്നതിന് തന്നെ സഹായിച്ച ഒരു പ്രണയത്തെ പറ്റി അവൾ വില്ലിനോട് പറയുന്നു. നമ്മൾ പലപ്പോഴും മറ്റൊരാളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന മാജിക് സത്യത്തിൽ നമുക്കുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് അഡ്വൈസ് ചെയ്യുന്ന റോബിൻ വിൽ അവന്റെ ട്രൂ സെൽഫ് എംബ്രേസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം വിൽ സ്വയം തിരിച്ചറിയുന്നതിനേക്കാൾ പവർഫുൾ ആണ് അവൻ എന്നാണ് റോബിന്റെ വ്യൂ പോയിന്റ്. ഇപ്പോൾ ക്യാമ്പിൽ ഒടുവിൽ ഡെറക്കിന് കുട്ടികളിൽ കുറെ പേരെ കണ്ടെത്താനും അവരെ വാഷ്റൂമിനെ ടണലിന്റെ എൻട്രൻസിലൂടെ ലൂക്കസിന്റെ മൈക്കിന്റെ സഹായത്തോടെ ബാരക്കിന് പുറത്തേക്ക് എത്തിക്കാനും സാധിക്കുന്നു. പക്ഷെ കഷ്ടകാലത്തിന് ഈ അറ്റംപ്റ്റ്സിനിടയിൽ നടക്കുന്ന ഫിസിക്കൽ ഇമ്പാക്ട്സ് കാരണം ഉള്ളിലെ ഒരു വാട്ടർ പൈപ്പ് ലീക്ക് ആകുകയും തുടർന്നുണ്ടാകുന്ന നോയ്സസ് വഴി അരുതാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മിലിറ്ററി ഗാർഡ്സ് അലർട്ട് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ 11ഉം ഹോപ്പറും മിലിറ്ററി ക്യാമ്പിലേക്ക് ബ്രേക്കിംഗ് ചെയ്ത് കയറിക്കഴിഞ്ഞു. പക്ഷെ അതിനുള്ളിൽ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് വോൾട്ട് തുറക്കാൻ ശ്രമിക്കവേ അവളെ വീക്ക് ആക്കുന്ന അൾട്രാസൗണ്ട് വേവ്സ് ആക്ടിവേറ്റ് ആവുകയും അവൾക്ക് വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അലാം സെറ്റ് ഓഫ് ആയതറിഞ്ഞ് അതിന്റെ കാരണം ചെക്ക് ചെയ്യാൻ എത്തുന്ന ഡോക്ടർ കെ നിലത്ത് വേദനയോടെ കിടന്നു പൊളയുന്ന 11നെ കണ്ട് സന്തോഷിക്കുന്നു. ഇതിനിടെ ഹോപ്പർ തന്നെ പിന്തുടർന്ന് വരുന്ന സോൾജിയേഴ്സിനെ വകവരുത്തുന്നെങ്കിലും ഈ സീസണിലെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ കണ്ട അവിടെയുള്ള വലിയ ടെന്റക്കിൾസ് ഉള്ള ക്രീച്ചർ അയാളെ പിടികൂടി സ്ട്രാങ്കിൾ ചെയ്യാൻ തുടങ്ങുന്നു. തനിക്കറിയാത്ത എന്തോ 11ഉം ഹോപ്പറിനും അറിയാമെന്നും അതുകൊണ്ടാണ് അവർ ഇവിടേക്ക് വന്നതെന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ കെ ആ റീസൺ എന്താണെന്ന് പറയാൻ അവരെ നിർബന്ധിക്കുന്നു. ഇതിനിടെ 11 തന്റെ പവേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവ വർക്ക് ആകുന്ന മട്ടില്ല. പിന്നീട് കുറെ ഫൈറ്റ്സിനൊടുവിൽ ഹോപ്പർ ഫ്രീ ആവുകയും ഡോക്ടർ കെയെ ആദ്യം ഗൺ പോയിന്റിൽ നിർത്തുകയും പിന്നീട് അവരെ തലക്കടിച്ച് നോക്കൌട്ട് ചെയ്തുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ബാഡ്ജ് കൈക്കലാക്കുകയും ചെയ്യുന്നു. ഹോപ്പർ 11നോട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപോയി നാൻസിയെയും കൂട്ടരെയും കണ്ടെത്താൻ പറയുന്നു. എന്നാൽ ഹോപ്പർ അയാളുടെ നെഞ്ചിൽ ഡൈനമൈറ്റ് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 11 കാണുമ്പോൾ അവളിപ്പോൾ വീക്ക് ആയതിനാൽ അയാൾ തന്നെ നേരിട്ട് വോൾട്ടിനുള്ളിൽ കടന്ന് വെഗ്നയെ കൊല്ലാൻ അറ്റംപ്റ്റ് ചെയ്യാനാണ് തന്റെ ശരിക്കുള്ള പ്ലാൻ എന്ന് ഹോപ്പർ കൺഫസ് ചെയ്യുന്നു. ഒരു സൂയിസൈഡ് ബോംബിംഗ് ആയിട്ടുള്ള ഈ അറ്റംപ്റ്റ് അയാളെ കൊല്ലുമെന്ന് തിരിച്ചറിയുന്ന 11 ഹാർട്ട് ബ്രോക്കൺ ആകുന്നെങ്കിലും അവളിപ്പോൾ വളരെ ടയേർഡ് ആയതിനാൽ ഹോപ്പറെ തടയാൻ അവൾക്ക് കഴിയുന്നില്ല. ഹോപ്പർ ഇപ്പോൾ ഒറ്റയ്ക്ക് വോൾട്ടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. റിയൽ വേൾഡിൽ ഇപ്പോൾ ജോയ്സിനെയും മൈക്കിനെയും വില്ലിനെയും മിലിറ്ററി പിടികൂടിയിരിക്കുകയാണ്. എങ്കിലും കുറെ കുട്ടികളെ ഇതിനോടകം തന്നെ അവർ പുറത്തെത്തിച്ച് റോബിനും മുറയ്ക്കും ഒപ്പം ഒരു ട്രക്കിൽ കയറ്റി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ മിലിറ്ററി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടെ വില്ലിന് മാക്സിയുടെ തന്നെ ഒരു വിഷൻ ഉണ്ടാവുകയും അതോടൊപ്പം അവിടുത്തെ ലൈറ്റ്സ് ഫ്ലിക്കർ ചെയ്യാനും തുടങ്ങുന്നു. അതായത് ഡെമോഗോർഗൺ അവിടേക്ക് വരികയാണ് എന്നതിന്റെ സിഗ്നൽ. പക്ഷെ ഇപ്പോൾ ഒരെണ്ണം അല്ല, ഗ്രൗണ്ടിൽ പലയിടത്തായി പോർട്ടൽ ഗേറ്റ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിരവധി ഡെമോഗോർഗൻസ് ആണ് അവിടേക്ക് കടന്നു വരുന്നത്. ഇനി അങ്ങോട്ട് നടക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീരീസിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസുകളിൽ ഒന്നാണ്. അവിടെ സോൾജിയേഴ്സ് ഡെമോഗോർഗൻസിനെ കൊല്ലാൻ ശ്രമിക്കുകയും അവ തിരിച്ചും അറ്റാക്ക് ചെയ്യുകയും ഒക്കെയാണ്.
ഇതിനിടെ മൈക്ക്, ഡെറിക്, ജോയ്സ്, വിൽ എന്നിവർ മറ്റ് 2 കുട്ടികളുമായി രക്ഷപ്പെടാനും ശ്രമിക്കുന്നു. പക്ഷെ സോൾജിയേഴ്സ് ഡെമോഗോർഗൻസിന് മേൽ ഫയർ പ്രയോഗിക്കുമ്പോൾ ഹൈവ് മൈൻഡ് കണക്ഷൻ കാരണം അത് എല്ലാ ഡെമോഗോർഗൻസിനെയും അഫക്ട് ചെയ്യുന്നു. പക്ഷെ ഒപ്പം പാവം വില്ല് കൂടി ഇതേ കാരണത്താൽ താഴെ വീണ് വേദന കൊണ്ട് പിടയുന്നു. തുടർന്ന് അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നതിന് മുൻപ് അപ്സൈഡ് ഡൗണിലെ ഒരു മേജർ മൊമെന്റിലേക്ക് കൂടി എപ്പിസോഡ് നമ്മളെ കൊണ്ടുപോകുന്നു. 11 മുന്നിലെ വോൾട്ടിന്റെ ഡോർ ഓപ്പൺ ചെയ്യപ്പെടുന്നു. അതിലൂടെ പുറത്തേക്ക് വരുന്നത് ഹോപ്പർ ആണ്. അയാൾ മരിച്ചിട്ടില്ല, വെറുതെ നമ്മളെ കുറെ ടെൻഷൻ അടിപ്പിച്ചു. എനിവേ, അയാൾക്ക് 11 വോൾട്ടിനുള്ളിൽ എന്തോ കാണിക്കാനുണ്ട്. അവിടെ മിലിറ്ററി ഒരാളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. പക്ഷെ അത് വെക്നയല്ല, പകരം പവർഫുൾ തന്നെയായ മറ്റൊരാളാണ്. അവിടെ ഉണ്ടായിരുന്നത് ഖാലിയാണ്. അതായത് സെക്കൻഡ് സീസണിൽ നമ്മൾ കണ്ട 11 സിസ്റ്റർ എന്ന് വിളിക്കുന്ന നമ്പർ 8. അന്ന് സീസൺ 2-ൽ ഗംഭീര ഫാഷനിലൊക്കെ കണ്ട പാവം ആർമിയുടെ പിടിയിലായി ഇപ്പോൾ തലയൊക്കെ മൊട്ടയടിച്ച് ആകെ ഒരു കോലത്തിലായിട്ടുണ്ട്. തിരിച്ച് റിയൽ വേൾഡിലെ മാക്സയിലേക്ക് പോവാം. ഇപ്പോൾ ഒരു പോർട്ടൽ ഗേറ്റിലൂടെ സാക്ഷാൽ വെക്ന തന്നെ അവിടേക്ക് എത്തുന്നു. കാഴ്ചയിൽ നമ്മൾ മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു പുതിയ കുറച്ചുകൂടെ ബ്രൂട്ടൽ ഫോമിലാണ് വെക്ന. അവന്റെ വരവോടെ ഡെമോഗോർഗൻസ് ഇപ്പോൾ ശക്തി വീണ്ടെടുത്തിരിക്കുന്നു. അവർ കുട്ടികളെ പിടികൂടി അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോവുകയാണ്. വെക്ന സോൾജിയേഴ്സിൽ ഏറെക്കുറെ എല്ലാവരെയും വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ശേഷം അവൻ വില്ലിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. തന്റെ പവർ ഉപയോഗിച്ച് വെക്ന വില്ലിനെ നിലത്തു നിന്ന് ഉയർത്തുകയും തന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിവർത്തി നിർത്തുകയും ചെയ്യുന്നു. കുട്ടികൾ വളരെ വീക്ക് ആൻഡ് വൾണറബിൾ ആയതുകൊണ്ടാണ് താൻ തന്റെ പ്രവർത്തികൾക്കായി അവരെ തിരഞ്ഞെടുക്കുന്നതെന്നും വില്ലും അത്തരത്തിൽ വളരെ ദുർബലനായതുകൊണ്ടാണ് പണ്ട് അവനെയും താൻ പിടികൂടിയതെന്നും വെക്ന വിശദീകരിക്കുന്നു. വില്ലിന് മേൽ ഓൾറെഡി താൻ എക്സ്പെരിമെന്റ് ചെയ്തതുകൊണ്ട് ഇനിയും അതിന് കഴിയുമെന്ന് താൻ മനസ്സിലാക്കിയതായും വെക്ന പറയുന്നു. ശേഷം വില്ലിനെ കൊല്ലുന്നതിന് പകരം പുച്ഛത്തോടെ അവനെ അവിടെ ഉപേക്ഷിച്ച് വെക്ന തിരികെ അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നു. എന്നാൽ ഇപ്പോൾ വെക്ന പോയ ശേഷം വിൽ വീണ്ടും വിഷൻസ് കാണാൻ തുടങ്ങുന്നു. 3 സ്ഥലങ്ങളിലായി റോബിനെയും മൈക്കിനെയും ലൂക്കസിനെയും കൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന ഡെമോഗോർഗൻസിന്റെയും കണ്ണിലൂടെയുള്ള കാഴ്ചകളാണ് അവൻ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്റെ കുട്ടിക്കാലവും മൈക്കിനൊപ്പമുള്ള കുഞ്ഞിലത്തെ മെമ്മറീസും ഒക്കെ ഒരു മോണ്ടാജ് പോലെ കാണുന്നു. കൂടാതെ റോബിന്റെ അഡ്വൈസ് കൂടെ ഓർക്കുന്ന അവൻ തന്റെ ട്രൂ സെൽഫ്, തന്റെ എബിലിറ്റീസ് എന്നിവയിൽ വിശ്വസിച്ചുകൊണ്ട് അവയെ എംബ്രേസ് ചെയ്യുന്നു. അതോടെ അവന് വല്ലാത്തൊരു പവർഫുൾ ഫീലിംഗ് ഉണ്ടാവുന്നു. തുടർന്നുള്ള ഒരു ഗൂസ് ബംസ് സീക്വൻസിൽ വില്ലിന് തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പവേഴ്സ് ഉപയോഗിച്ച് 3 ഡെമോഗോർഗൻസിനെ തന്റെ സുഹൃത്തുക്കളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ കഴിയുകയാണ്. അതായത് 11-േതിനും വെക്നയുടേതിനും സമാനമായ പവേഴ്സ്. അവൻ ഡെമോഗോർഗൻസിനെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, വെക്ന മുൻപ് വിക്ടിംസിനെ ചെയ്തതുപോലെ അവയുടെ കൈകാലുകളും കഴുത്തുമൊടിച്ച് അവയെ കൊല്ലുകയും കൂടെ ചെയ്യുന്നു. ഹൈവ് മൈൻഡിലേക്ക് കൂടെ കണക്ഷൻ ഉള്ളത് കണക്കാക്കുമ്പോൾ ഇപ്പോൾ 11-േക്കാൾ പവർഫുൾ ആയിരിക്കുന്നതായി നമുക്ക് തോന്നിപ്പിക്കുന്ന വില്ലിന്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നിടത്ത് ഒരു അൾട്ടിമേറ്റ് ക്ലിഫ് ഹാങ്ങറോടെ എപ്പിസോഡ് 4-ഉം ഒപ്പം സീസൺ 5 വോള്യൂം 1 തന്നെയും അവസാനിക്കുന്നു. അപ്പോൾ അതാണ് വോള്യൂം 1 ഓഫ് സീസൺ 5 ഓഫ് സ്ട്രേഞ്ചർ തിങ്സ്. ഇനി വോള്യൂം 2 റിലീസ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ എപ്പിസോഡ്സ് ആയി മലയാളം എക്സ്പ്ലനേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പിസോഡ് വൈസ് ഓർ ഫുൾ സീസൺ റീക്യാപ്സ് ആയി ചെയ്ത് കാണാൻ ഇഷ്ടമുള്ള മറ്റ് സീരീസുകൾ സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കറന്റ്ലി നമ്മൾ പ്യൂരിബസ് എന്ന സീരീസ് ആണ് ചെയ്യുന്നത്. അവയൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ചിലരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത ഇറ്റ് വെൽക്കം ടു ഡെറി മറന്നിട്ടില്ല, അധികം താമസിയാതെ ചെയ്തു തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. എത്രയും വേഗം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.